ദൈവം തരുന്ന വചനം ഈ ദാവീദിനെ ശപിക്കാൻ ഷിമേയി പ്ലാൻ ഇട്ടേ ഇങ്ങോട്ട് വരിക. അപ്പൊ ആ ശാപത്തെ ദൈവം അനുഗ്രഹമാക്കി മാറ്റി. കളിക്കുന്നവർ കളിക്കട്ടെ, അത് നമുക്ക് നന്മയ്ക്ക് കാരണമാകും. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവിന്റെ തന്നെ നാമത്തിൽ എല്ലാവർക്കും സന്ധ്യാവന്ദനങ്ങളെ അറിയിക്കുന്നു. ബന്ധപ്പെട്ടാണെങ്കിലും ആമേൻ, നമ്മുടെ ഈ കർമ്മേൽ മീറ്റിംഗിൽ ഇന്നും പ്രാർത്ഥനാപൂർവം ദൈവത്തിന്റെ വചനവുമായി വരുവാൻ, കർത്താവിന്റെ വചനമായി വരുവാൻ കർത്താവ് ബലപ്പെടുത്താനായി സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്നും നാളെയും ഞങ്ങൾക്ക് വളരെ തിരക്കുള്ള ദിവസമാകുന്നു. പ്രൈസ് ഗോഡ്. സ്തോത്രം. കയറുവാൻ സാധിക്കുമോ എന്ന് ചിന്തിച്ച സ്ഥാനത്ത് വീണ്ടും ഞാൻ പറയട്ടെ, ആമേൻ, സ്തോത്രം. എന്റെ പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥന, പ്രൈസ് ഗോഡ്, ആമേൻ, എന്റെ ശുശ്രൂഷ അനുഭവിപ്പാനല്ല, ദൈവത്തിന്റെ വചനം കേൾക്കുവാനുള്ള നിങ്ങളുടെ വാഞ്ച കർത്താവ് കേട്ടു. പ്രൈസ് ലോർഡ്. കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി നേരത്തെ ഇറങ്ങുവാൻ കർത്താവിനെ ബലപ്പെടുത്തി. ജോലി സ്ഥലത്ത് കർത്താവ് ആരോഗ്യത്തോടെ നിർത്തി. സ്തോത്രം. രാവിലെ ഒരു കട്ടൻ കാപ്പി കുടിച്ചിട്ടുള്ള പോക്ക. സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഈ സമയം 11:30 സമയമാകുന്നു. ആമേൻ. കർത്താവ് സ്വർഗീയ മന്ന തന്നെ നിർത്തിയിരിക്കുന്നു. കർത്താവിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ കൂട്ടായ്മലിയുടേത് പ്രിയ ആന്റിയെ, സങ്കീർത്തന വായിച്ച പ്രിയ ആന്റി, എല്ലാ അമ്മമാരെയും കർത്താവ് ബലപ്പെടുത്തുമാറാകട്ടെ. ഇതിന്റെ ഹോസ്റ്റ് ആയിരിക്കുന്ന പ്രിയ സിജോയെ കർത്താവ് സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. സമയങ്ങളെ അധികം നമ്മൾ അപഹരിക്കാതെ ദൈവവചനത്തിൽ നിന്ന് പഠിക്കാം, വചനം കേട്ട് ബലപ്പെടാം, വചനം കേട്ട് സൗഖ്യമാകാം, വചനം കേട്ട് പരിശുദ്ധാത്മാവിൽ നിറയാം, വചനം കേട്ട് നമ്മുടെ കെട്ടുകൾ അഴിയട്ടെ. ദൈവവചനത്തിന് ബന്ധനമില്ല. ദൈവവചനത്തെ ബന്ധിക്കാൻ ആർക്കും പറ്റത്തില്ല. ദൈവവചനത്തിന്റെ പ്രവൃത്തി ആർക്കും ബന്ധിക്കാൻ പറ്റത്തില്ല. എന്നാൽ ദൈവത്തിന്റെ വചനം ബന്ധനങ്ങളെ അഴിക്കും. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. അത് നമ്മളെ മനഃപൂർവ്വമായി ഏറ്റെടുക്കുക. കർത്താവ് വലിയവ ചെയ്യുമാറാകട്ടെ. നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുന്ന വിഷയം ഞാനിതാ. പ്രൈസ് ലോർഡ്. സ്തോത്രം. എത്ര പേരെ കർത്താവ് വിളിച്ചു? എത്ര പേരെ കർത്താവ് ഈ ദിവസങ്ങളിൽ വിളിക്കുവാൻ നിങ്ങൾ സമർപ്പിച്ചു? എത്ര പേര് യേശുവിന്റെ ശബ്ദം കേട്ടു? ആമേൻ. സ്തോത്രം. കേട്ടവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. യേശുവിന്റെ ശബ്ദം കേൾക്കുവാൻ കൊതിക്കുന്നവരെ ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ ശബ്ദം കേൾപ്പിക്കും. നമ്മളെ കർത്താവ് പഠിപ്പിച്ചു വന്നത് സമൂവേലിന്റെ ജീവിതമാ കർത്താവ് നമ്മളെ പഠിപ്പിച്ചത്. ഞാൻ എന്താ പറയാ, ഓടിക്കെതച്ച് വന്നതായതുകൊണ്ട് ഞാൻ ആ നോട്ട്സ് എനിക്കിന്ന് അത് എന്താ പറയാ ഓർഡറായിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. സ്തോത്രം. സോ മുൻപ് എഴുതി വെച്ചിരുന്നായ കർത്താവ് തന്ന ആലോചനകളെ നിങ്ങളോട് പറയുവാൻ ഞാൻ കർത്താവ് ശരണപ്പെടുകയാണ്. ആമേൻ. സ്തോത്രം. പല വിഷയങ്ങൾ ശമൂവേലുമായി ബന്ധപ്പെട്ട് പഠിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചു, ഇന്നും സഹായിക്കട്ടെ. ഹല്ലേലൂയ. നോക്കണമേ, യഹോവയുടെ വചനം ദുർലഭമായിരുന്നു. ആമേൻ. ശമൂവേൽ പ്രവാചകൻ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാനുള്ള കാരണം എന്തായിരുന്നു? ഹല്ലേലൂയ. ആ കാലത്ത് സ്തോത്രം, നിങ്ങൾക്ക് സംശയമുണ്ടാകും എവിടെ നിന്നൊക്കെയായി പറയുന്നതെന്ന്. കഴിഞ്ഞ തവണ വായിച്ച വേദഭാഗം തന്നെയാണ് 1 ശമൂവേലിന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ നിന്നാണ് എടുക്കുന്നത്. അതിന്റെ 1 മുതലുള്ള വേദഭാഗങ്ങള് നമ്മള് പുനർചിന്തിക്കുവാനും ബലപ്പെടുവാനും എടുക്കുന്നത്. വായിക്കാം മാമേ, ഗ്രേസി മാമേ. ശമൂവേൽ ബാലൻ ഏലിയുടെ മുൻപാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു, ദർശനം ഏറെ ഇല്ലായിരുന്നു. ആ കാലത്ത് ഒരിക്കൽ ഏലി തന്റെ സ്ഥലത്ത് കിടന്നുറങ്ങി. കാൺമാൻ വഹിയാതെ വണ്ണം അവന്റെ കണ്ണ് മങ്ങിത്തുടങ്ങിയിരുന്നു. ശമൂവേൽ ദൈവത്തിന്റെ പെട്ടകം ഇരിക്കുന്ന യഹോവയുടെ മന്ദിരത്തിൽ ദൈവത്തിന്റെ വിളക്ക് കെടുന്നതിന് മുൻപേ ചെന്ന് കിടന്നു. യഹോവ ശമൂവേലിനെ വിളിച്ചു. യഹോവ ശമൂവേലിനെ വിളിച്ചു. നിങ്ങൾ കേട്ടതാണെങ്കിലും ഒന്നും കൂടി ധൈര്യപ്പെടുവാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആമേൻ ഒന്ന് ആവർത്തിക്കുകയാകുന്നു. പ്രൈസ് ദി ലോർഡ്. ശമൂവേൽ ബാലൻ ഏലിയുടെ മുമ്പാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോകുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നോക്കണമേ, ഈ ശമൂവേൽ ബാലൻ അമ്മയുടെ കൂടെ ആണല്ലോ. ആമേൻ. സ്തോത്രം. അവിടെ പറയുന്നത് മുലകുടി മാറുന്നിടം വരെ അമ്മയുടെ കൂടെ ആയിരുന്നു. തിരുവചനം അങ്ങനെ പറയുന്നത്. 1 ശമൂവേലിന്റെ പുസ്തകം
ആ, ആ, 1-ാം അധ്യായം 22-ാം വാക്യം ഇങ്ങനെ പറയുന്നു, എന്നാൽ ഹന്ന കൂടെ പോയില്ല. അവൾ ഭർത്താവിനോട്, ശിശുവിന്റെ മുലകുടി മാറട്ടെ, പിന്നെ അവൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് അവിടെ എന്നും പാർക്കേണ്ടതിന് ഞാൻ അവനെയും കൊണ്ടുപോരാം എന്ന് പറഞ്ഞു. സ്തോത്രം. ഇതിന്റെ അകത്ത് ഈ പരിശുദ്ധാത്മാവാണ് വചനം എഴുതിയിരിക്കുന്നത്. നമ്മള് ദൈവവചനം വായിക്കുമ്പോൾ ആത്മനിറവിൽ വേണം വായിക്കുവാൻ. അപ്പൊ നമുക്ക് ഒത്തിരി രഹസ്യങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു തരും കേട്ടോ. നിങ്ങളെ ഞാൻ അങ്ങനെയൊന്നും ഞാൻ ധൈര്യപ്പെടുത്തുക. ആത്മനിറവിൽ, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ വേണം ദൈവത്തിന്റെ വചനം വായിക്കാൻ. കുടുംബ പ്രാർത്ഥനയ്ക്കാണെങ്കിലും ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ആത്മനിറവിൽ വേണം വായിപ്പാൻ. ഇങ്ങനെ വേണം പറയാൻ, എന്റെ അപ്പ ഈ എഴുതിയിരിക്കുന്ന ഒന്നും എനിക്ക് അറിയത്തില്ല ദൈവമേ, എന്താണ് ഇതിന്റെ അർത്ഥം എന്ന് അറിയത്തില്ല, എനിക്ക് പറഞ്ഞു തരണേ, രഹസ്യങ്ങളെ പറഞ്ഞു തരണമേ എന്ന് അപേക്ഷിക്കുക. തിരുവചനം ഇങ്ങനെ പറയുന്നു, ന്യായ പ്രമാണത്തിലെ അത്ഭുതങ്ങൾ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമേ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കരങ്ങളിൽ ഇരിക്കുന്ന സത്യവേദ പുസ്തകമുണ്ടല്ലോ, ഇതിന്റെ അകത്ത് അത്ഭുതങ്ങളേ ഉള്ളൂ. ഹല്ലേലൂയ. ഇതിന്റെ അകത്തു നിന്ന് അത്ഭുതങ്ങളെ പറയാനുള്ളൂ. നോക്കിക്കേ, എത്രയോ വർഷങ്ങളായി, എത്രയോ ആണ്ടുകളായി ഈ വചനം തന്നെ, ഈ ഒരു പുസ്തകത്തിൽ തന്നെയല്ലേ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ദേവദാസന്മാർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതുവരെ ആലോചനകൾക്ക് ഭംഗം വന്നിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ആമേൻ. നമ്മൾ കേട്ടത് തന്നെ കേൾക്കേണ്ടി വരുമായിരിക്കാം. ആമേൻ. ചില സമയത്ത് ഇതുവരെ കേൾക്കാത്തത് കേൾക്കും. പ്രൈസ് ദി ലോർഡ്. നോക്കണമേ, നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന ഈ അമൂല്യമായ പുസ്തകം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതൊരു കാഴ്ചവസ്തു അല്ല. ആമേൻ. നമ്മളെ ആമേൻ സ്തോത്രം ലോകത്തിന് മുൻപിൽ ഒരു ആമേൻ സ്തോത്രം നമ്മുടെ നിന്ദകളെ മാറ്റുന്ന, നമ്മളെ ഒരു അത്ഭുത വിഷയമാക്കുന്നതാണ് യഹോവയുടെ വചനം. ഞാനത് കഴിഞ്ഞ ദിവസം വായിച്ചപ്പോഴാ 1-2 ആലോചനകളൂടെ കർത്താവ് എനിക്ക് തന്ന കേട്ടോ. 1 ശമൂവേൽ 1:20 വായിച്ചാൽ 1 ശമൂവേൽ 1:20. യഹോവ അവളെ ഓർത്തു. ഒരാണ്ട് കഴിഞ്ഞിട്ട് ഹന്ന ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. ഞാൻ അവനെ യഹോവയോട് അപേക്ഷിച്ചു വാങ്ങി എന്ന് പറഞ്ഞ് അവന് ശമൂവേൽ എന്ന് പേരിട്ടു. പ്രൈസ് ദി ലോർഡ്. നോക്കണമേ, യഹോവ അവളെ ഓർത്തു. ഒരാമേ പറഞ്ഞേ. ഇന്ന് രാത്രി ഞാൻ ആത്മാവ് നിങ്ങളോട് പറയുന്നു, യഹോവ ഓർക്കുന്ന വർഷമാണ്. നമ്മുടെ യേശു നമ്മളെ ഓർക്കുന്ന വർഷമാണ്. നമ്മുടെ യേശു നിങ്ങളുടെ ആമേസ്തോത്ര അവസ്ഥകളെ ഓർക്കുന്ന വർഷമാണ്. കരഞ്ഞിട്ടുണ്ടോ? നേർന്നിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. നിന്ദാപാത്രമായിട്ടുണ്ടോ? യഹോവയുടെ സന്നിധിയിൽ നിലവിളിച്ചിട്ടുണ്ടോ? യഹോവ ഓർക്കും. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നു ഈ മാസം എന്റെ യേശു എന്നെ ഓർക്കുമെന്ന്? എത്ര പേര് വിശ്വസിക്കുന്നു ഈ മാസം നിന്റെ തലമുറ യഹോവ ഓർക്കും? ഈ മാസം നിന്റെ കൂട്ടാളിയുടെ വിഷയത്തെ യഹോവ ഓർക്കും. ജോലി വിഷയത്തിൽ യഹോവ ഓർക്കും. ഏതൊക്കെ വിഷയത്തിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചോ ആ വിഷയത്തെ യേശു ഓർക്കുന്ന മാസമാണ്. വെറുതെ സമയം കളയാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല. ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു, എന്റെ യേശു നിന്നെ ഓർക്കുന്ന വർഷമാണ്. സ്തോത്രം. വീട്ടിലൊരു 5 വയസ്സുള്ള കുഞ്ഞുണ്ടോ? ആ കുഞ്ഞിനെ വരെ ഓർക്കുന്ന വർഷമാണ്. നോക്കണമേ, യഹോവ അവളെ ഓർത്തു. ദൈവം അവസരം തരികയാണെങ്കിൽ, ദൈവം ഓർത്താൽ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. അല്ലെങ്കിൽ അത് പറഞ്ഞപ്പോഴേ നിങ്ങൾക്ക് ഭാഷ അതും കൂടി അങ്ങ് പറഞ്ഞിട്ടങ്ങ് മുന്നോട്ട് എന്ന് മുന്നോട്ടങ്ങ് പ്രസംഗിക്കുന്നൊക്കെ പറയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. സ്തോത്രം. യഹോവ ഓർത്താൽ എന്ത് സംഭവിക്കും? സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് നോക്കാം. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം. ആമേൻ. സ്തോത്രം. 8-ാം അധ്യായം 1-ാം വാക്യം വായിച്ചട്ടെ. ഉൽപ്പത്തി പുസ്തകം 8:1. ഉൽപ്പത്തി പുസ്തകം 8:1. ദൈവം നോഹയെയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു. അടുത്തത്. ദൈവം ഭൂമിമേൽ ഒരു കാറ്റടിപ്പിച്ചു, വെള്ളം നിലച്ചു, ആഴിയുടെ ഉറവുകളും ആകാശത്തിന്റെ കിളിവാതിലും അടഞ്ഞു, ആകാശത്തു നിന്നുള്ള മഴയും നിന്നു, വെള്ളം ഇടവിടാതെ ഭൂമിയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരുന്നു. 150 ദിവസം കഴിഞ്ഞ ശേഷം വെള്ളം കുറഞ്ഞു തുടങ്ങി. 7-ാം മാസം 17-ാം തീയതി പെട്ടകം
അരാരത്ത് പർവ്വതത്തിൽ ഉറച്ചു. 10-ാം മാസം വരെ എത്ര പേര് ആത്മാവിൽ ഏറ്റെടുക്കുന്നുണ്ട്? എല്ലാരും ആത്മനിറവിലായിരിക്കണമേ. എല്ലാരും കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കണമേ. എല്ലാരും വീഡിയോയിൽ വരണമെന്നൊന്നും ഞാൻ ശഠിക്കുന്നില്ല. പക്ഷെ മറിഞ്ഞിരുന്നാലും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണമേ. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ടിരിക്കണമേ. സ്തോത്രം. എനിക്ക് എന്റെ യേശു ഓർത്താൽ എന്തെല്ലാം സംഭവിക്കും, എന്തെല്ലാം നന്മകൾ ഒരു ഭക്തന്റെ ജീവിതത്തിൽ ഉണ്ടാകും, ഒരു രാജ്യത്തിന് മേൽ ഉണ്ടാകും എനിക്ക് ഇന്ന് പറയണമെന്ന് എനിക്ക് ഉണ്ട്. പക്ഷെ ഈ 2 കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞ മറ്റൊരവസരത്തിൽ എല്ലാം കൂടി ചേർത്ത് ഞാൻ പറയാം കേട്ടോ. നോക്കണമേ, ദൈവം നോഹയും അവനോട് കൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെ ഓർത്തു. ഇന്ന് പകൽ ഓർത്തോണമേ, നമ്മുടെ വീട്ടിലെ മൃഗങ്ങളെ വരെ ഓർക്കുന്ന, തമാശ പറയുകയല്ല കേട്ടോ, വീട്ടിലെ കന്നുകാലികളെ വരെ ഓർക്കുന്ന എന്റെ യേശുവാണ്. ഭൂലാധാറാഭാഷ. നിങ്ങൾക്കത് തമാശയായിട്ട് തോന്നാം, നിങ്ങൾക്ക് തോന്നാം ഇതെന്തൊരു വചനമാണെന്ന്. സ്തോത്രം. നമ്മുടെ വീട്ടിലെ കന്നുകാലികളെ വരെ ഓർക്കുന്ന എന്റെ യേശുവാകുന്നു. സ്തോത്രം. കരിവന്റെ ഉടമ എന്റെ യേശുവാകുന്നു. സ്തോത്രം. നോക്കണമേ, യേശു കർത്താവിന്റെ ആലോചന പ്രകാരം നോഹ എന്തു ചെയ്തു? പെട്ടകം തീർത്തു. ദൈവമാണ് അളവുകോലുകൾ പറഞ്ഞു കൊടുത്തത്. ദൈവമാണ് എങ്ങനെ പണിയണമെന്ന് ആലോചന കൊടുത്തത്. അതിൽ ഒരു കുറവും വരുത്താതെ നോഹ എന്ത് ചെയ്തു? പെട്ടകം തീർത്തു. ആമേ സ്തോത്രം. ലോകരോട് സുവിശേഷം പറഞ്ഞു. ആമേ സ്തോത്രം. ആരും വന്ന് പെട്ടകത്തിൽ കയറിയില്ല. ആരും വിശ്വസിച്ചില്ല. വെള്ളം പെയ്യുമെന്നോ മഴ പെയ്യുമെന്നോ വെള്ളം പൊങ്ങുമെന്നോ ഇതൊന്നും ആർക്കും വിശ്വസിക്കാൻ പറ്റിയില്ല. അതൊക്കെ തന്നെയല്ല ഇന്ന് സംഭവിക്കുന്നത്. സ്തോത്രം. എത്രയോ നാളുകളായി ഭക്തന്മാർ തെരുവുകളിൽ വിളിച്ചു പറയുന്നു, കൺവെൻഷൻ സ്റ്റേജുകളിൽ വിളിച്ചു പറയുന്നു. സ്തോത്രം. കർത്താവ് വരും, യേശു വീണ്ടും വരും, ഭൂമി തീക്കിരയാകും. ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? ഒരു കാലത്ത് വിശ്വസിച്ചിരുന്ന ഒരു കൂട്ടമുണ്ടായിരുന്നു. ഇന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അല്ലെങ്കിൽ ഏത് കൺവെൻഷൻ സ്റ്റേജുകളിൽ എന്റെ യേശുവിന്റെ 2ാമത്തെ വരവിനെ കുറിച്ച് പറയുന്നുണ്ട്, ലോകം അവസാനിക്കുന്ന വിഷയത്തെ കുറിച്ച് പറയുന്നുണ്ട്. ആമേ സ്തോത്രം. എല്ലാം ഒരു കെട്ടുകഥയായി, എല്ലാം ഒരു കിഴവിക്കഥയായി ആമേ സ്തോത്രം അലിഞ്ഞലിഞ്ഞ് പോകുമ്പോൾ ഇന്ന് പകൽ ഞാൻ വിശ്വാസത്തോടെ പറയട്ടെ, നമ്മുടെ കർത്താവ് വീണ്ടും വരും. തന്റെ വിശുദ്ധന്മാരെ ചേർക്കാൻ വരും. ഈ ഭൂമി അഗ്നിക്കിരയാകും. പുതിയ ആകാശം പുതിയ ഭൂമി ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ആര് വിശ്വസിച്ചില്ലെങ്കിലും ആമേ സ്തോത്രം വീണ്ടെടുക്കപ്പെട്ടവർ വിശ്വസിക്കണം. കാരണം മാറ്റമില്ലാത്ത വചനമാണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. നോഹയപ്പച്ചനും ഇതുപോലെ വിളിച്ചു പറഞ്ഞ ജലപ്രളയം വരാൻ പോകുന്നു. മഴ കണ്ടിട്ടില്ലാത്ത ജനം അതിൽ വിശ്വസിക്കുമോ? ആരും വിശ്വസിക്കത്തില്ല. മഴ കണ്ടിട്ടില്ല. അവരാകൂടെ വെള്ളം കണ്ടിട്ടുള്ളത് സമുദ്രത്തിൽ മാത്രമാണ്. ഹല്ലേലൂയ. എന്നാൽ സ്തോത്രം, മഴ കാണാത്ത നോഹ ദൈവത്തിന്റെ വചനം മാത്രം വിശ്വസിച്ച നോഹ, യഹോവയുടെ ആലോചന മാത്രം വിശ്വസിച്ച നോഹ എന്ത് ചെയ്തു? പെട്ടകം തീർത്തു. പ്രൈസ് ദി ലോർഡ്. തന്റെ കുടുംബത്തെയും അതിനുള്ളിലാക്കി. ദൈവം പറഞ്ഞതായ ശുദ്ധിയുള്ള ജന്തുക്കളെയും പറവജാതികളെയും എല്ലാം അതിനുള്ളിലാക്കി. സ്തോത്രം. അവയ്ക്കുള്ള ആഹാരം എല്ലാം അതിനുള്ളിലാക്കി. നീണ്ട ദിവസങ്ങൾ പെട്ടകത്തിനകത്ത്. ഹല്ലേലൂയ. ഓർക്കണമേ, ഒന്ന് ഓർത്തു നോക്കിയേ. നമ്മുടെ വീട്ടിൽ ഞാനിവിടെ അനുഭവിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. 2 കൊല്ലമായിട്ട് വീട് ഓഫീസ് എന്തൊരു വീർപ്പുമുട്ടലാണെന്ന് അറിയാമോ? അങ്ങനെയെങ്കിൽ ആ ഒരു പെട്ടകത്തിനകത്ത് ഇത്രയും വർഷങ്ങൾ ഒരു കുടുംബം കഴിയുക. സ്തോത്രം. ഹല്ലേലൂയ. മൃഗങ്ങളുടെ ശബ്ദമില്ലേ? ഉണ്ട്. ആമേ സ്തോത്രം. മൃഗങ്ങളുടെ ആമേ സ്തോത്രം. എന്തായാലും മൃഗത്തിന് ഒരു വാസന ഉണ്ടല്ലോ കാണുമല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. ഇതെല്ലാം സഹിച്ചതിന്റെ അകത്ത് ഇരിക്കുക. ദൈവമേ, എത്ര നാൾ ഇങ്ങനെ ഒഴുകി നടക്കും? എത്ര നാൾ ഇതിനകത്തായിരിക്കും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര നാൾ ഇങ്ങനെ മുന്നോട്ട് പോകും? ഹല്ലേലൂയ. ആമേ സ്തോത്രം. ആശങ്ക ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അവിടെ എഴുതി വെച്ചിട്ടില്ല. പക്ഷേ ആമേ സ്തോത്രം ഭക്തിയോടെ പെട്ടകം തീർത്ത നോഹയും കുടുംബത്തെയും ദൈവം ഓർത്തെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവം പറഞ്ഞതിന് പ്രകാരം ആമേ സ്തോത്രം കാൽച്ചുവട് വിളിച്ച പ്രിയ മാതാക്കളെ, പ്രിയ പിതാക്കളെ, പ്രിയ സഹോദരങ്ങളെ, ദൈവം പറഞ്ഞിട്ടാണോ നിങ്ങൾ വിശ്വാസത്തിൽ വന്നത്? ദൈവം പറഞ്ഞിട്ടാണോ രക്ഷിക്കപ്പെട്ടത്? ദൈവം പറഞ്ഞിട്ടാണോ സ്നാനപ്പെട്ടത്? ദൈവം പറഞ്ഞിട്ടാണോ വേർപാട് അനുഷ്ഠിക്കുന്നത്? ആമേ കർത്താവിന്റെ ആലോചന കേട്ടിട്ടാണോ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നത്? ദൈവം പറഞ്ഞിട്ടാണോ വിദേശത്ത് പോയത്? സ്തോത്രം. നമ്മുടെ കാര്യങ്ങളെല്ലാം ദൈവം പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ ഇന്ന് കടന്നു പോകുന്ന അവസ്ഥകളെ ദൈവം ഓർക്കും. എത്ര പേര് വിശ്വസിക്കുന്നു? ദീർഘ ദിവസങ്ങൾ പെട്ടകത്തിനകത്ത് ആമേ സ്തോത്രം. ഞാനൊരു ആമേ സ്തോത്രം തിരുവചനത്തിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ അങ്ങ് പറയുക. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിനോട് ക്ഷമിക്കട്ടെ. അതിന്
ആകെ കൂടെ ഒരു കിളിവാതലേ ഉള്ളൂ, അതും അടച്ചു. സ്തോത്രം. AC, അന്ന് AC കാര്യങ്ങളും ഒന്നുമില്ല. എന്തോ ഒരു ക്രമീകരണം കർത്താവ് അതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്രയും ദിവസം അതിൻ്റെ അകത്ത് തള്ളി നീക്കാൻ പറ്റുകയില്ല. എന്നാലും സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, തന്റെ നീതിമാനെ യഹോവ ഓർത്തു, തന്റെ ഭക്തനെ യഹോവ ഓർത്തു. ആമേൻ. വീണ്ടും ഞാൻ ആവർത്തിക്കട്ടെ, തന്നോട് കൂടെയുള്ള സകല ആമേൻ മൃഗങ്ങളെ കർത്താവ് ഓർത്തു. സ്തോത്രം. വീണ്ടും വീണ്ടും പരിശുദ്ധാത്മാവ് പറയുക, നമ്മുടെ വീട്ടിലെ ഒരു ആടുണ്ടെങ്കിൽ ആ ആടിനെ വരെ കർത്താവ് ഓർക്കുന്നയാ. കോഴിയുണ്ടോ, കോഴിയെ കർത്താവ് ഓർക്കും. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നു. ഞാൻ മടങ്ങി വരികയാ. ആമേൻ. സ്തോത്രം. എന്തൊക്കെയാ? ആമേൻ. അപ്പം ദൈവം പറഞ്ഞു മഴ പെയ്യിക്കുമെന്ന്. മഴ പെയ്തു. പെട്ടകം ചലിച്ചു തുടങ്ങി. ഹല്ലേലൂയ. ഇപ്പോൾ അടുത്ത ചോദ്യം, ഇതിനി എങ്ങനെ മുന്നോട്ട് പോകും? ഇതിനി എത്ര നാളാണ്? ഇതിന്റെ അവസാനം എന്താ? ഹല്ലേലൂയ. അതിന്റെ വിടുതലാ പറയുന്നത്. ദൈവം ഓർത്തപ്പോൾ എന്തൊക്കെ സംഭവിച്ചു? ദൈവം ഭൂമിയിൽ ഒരു കാറ്റടിപ്പിച്ചു. എല്ലാവരും വിശ്വാസത്തോടെ കർത്താവിനെ സ്തുതിച്ച്, ദൈവം ഓർത്താൽ പെട്ടകത്തെ ചലിപ്പിച്ച്, മഴ പെയ്യിപ്പിച്ച്, വെള്ളത്തെ ഉയർത്തിക്കൊണ്ടുവന്ന് പെട്ടകത്തെ ചലിപ്പിച്ച ദൈവം, പെട്ടകത്തെ നോഹയും തന്നോട് കൂടെയുള്ള സകലത്തെ ഓർത്തപ്പോൾ ആദ്യം സംഭവിച്ചത് എന്താണ്? ഓർത്തപ്പോൾ ആദ്യം സംഭവിച്ചത്, ദൈവം ഭൂമിമേൽ ഒരു കാറ്റടിപ്പിച്ചെന്ന്. ഇന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? ഇസ്രായേലിൽ കാറ്റടിക്കും, UK കാറ്റടിക്കും. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. കേരളത്തിൽ കാറ്റടിക്കും, അമേരിക്കയിൽ കാറ്റടിക്കും. നിങ്ങൾ പാർക്കുന്നിടത്ത് ദൈവത്തിന്റെ കാറ്റ് ദൈവം അടുപ്പിക്കും. സ്തോത്രം. ഹല്ലേലൂയ. നോക്കിക്കേ, ആമേൻ. ദൈവം ഭൂമിമേൽ ഒരു കാറ്റടിപ്പിച്ചു. നോക്കണമേ, കാറ്റിനെ പോലും നിയന്ത്രിക്കുന്ന ദൈവം തന്റെ ഭക്തനെ ഓർത്തപ്പോൾ ദൈവം എന്താ ചെയ്തത്? കാറ്റടിപ്പിച്ചു. സ്തോത്രം. ഇതിനൊക്കെ ഒത്തിരി സ്പിരിച്വൽ മീനിങ് ഉണ്ടെങ്കിലും ആമേൻ, കാറ്റ് തന്നെ ഒരു പ്രസംഗ വിഷയമാണ്. കാറ്റ് തന്നെ. അതിലേക്ക് ഞാൻ പോകുന്നില്ല. തെക്കൻ കാറ്റുണ്ട്, വടതിക്കാറ്റുണ്ട്, കിഴക്കൻ കാറ്റുണ്ട്, കൊടുങ്കാറ്റുണ്ട്, ആമേൻ, ചുഴലിക്കാറ്റുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഉഷ്ണക്കാറ്റുണ്ട്. ആമേൻ. സ്തോത്രം. ഭക്തന് അനുകൂലമായിരിക്കുന്ന കാറ്റുണ്ട്, ഭക്തന് പ്രതികൂലമായിരിക്കുന്ന കാറ്റുണ്ട്. ആമേൻ. ഭക്തനെ ആത്മീയ പാഠങ്ങൾ പഠിപ്പിച്ച കാറ്റുകളുണ്ട്. സ്തോത്രം. ഇവിടെ നോക്കണമേ, നോഹയും കുടുംബത്തെ ഓർത്തപ്പോൾ ദൈവം കാറ്റടിപ്പിച്ചു. സ്തോത്രം. അടുത്തത്, വെള്ളം നിലച്ചു. ആമേൻ. ഇനി എത്ര നാൾ ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കും? ഇതിനൊരു അറുതിയില്ലയോ? ഇതിനൊരു അറുതിയില്ലയോ? ഈ ഓളത്തിൽ ഞങ്ങൾ എത്രമാത്രം മുന്നോട്ട് പോകും? ദൈവത്താല ഇതെല്ലാം സംഭവിച്ചതെങ്കിലും എത്ര നാൾ ഇങ്ങനെ ഓളമടിച്ചു പോകും? എത്ര നാൾ ഈ ഓളപ്പരപ്പിൽ ഇങ്ങനെ മുന്നോട്ട് പോകും? കർത്താവ് പറഞ്ഞു, ഞാൻ കാറ്റടിപ്പിക്കുന്നത് വെള്ളം നിലയ്ക്കാനാ. സ്തോത്രം. ഹല്ലേലൂയ. സ്റ്റോപ്പ് ചെയ്യാനാ. അടുത്തത്, ആഴിയുടെ ഉറവകളും ആകാശത്തിന്റെ കിളിവാതിലും അടഞ്ഞു. കേൾക്കണമേ, ഒന്ന്, കാറ്റ് അടുപ്പിച്ചു. ആമേൻ. സ്തോത്രം. ആമേൻ. ഇതൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ പേന എടുത്ത് അവിടെ നിന്ന് അണ്ടർലൈൻ ചെയ്യാം. കാറ്റടിപ്പിച്ചു. 2, വെള്ളം നിലച്ചു. 3, ആമേൻ. സ്തോത്രം, അടഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. എവിടുന്നൊക്കെ വെള്ളം ഇരച്ചു വന്നോ അതെല്ലാം അടഞ്ഞു. ആമേൻ. സ്തോത്രം. ഉറവകൾ അടഞ്ഞു. ആമേൻ. ഇന്ന് പകൽ ആമേൻ, പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ആത്മ നിറവിൽ തന്നെ പറയട്ടെ. ആമേൻ. സ്തോത്രം. ആമേൻ. സ്തോത്രം. ഒരു ഓളപ്പരപ്പിൽ കിടക്കുന്ന നോക്കി വെള്ളം ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുക, ഉറവകൾ ഇങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുക. കർത്താവ് അതിനെ അടച്ചു. ഇന്ന് പകൽ ആമേൻ. സ്തോത്രം, നിന്നെ തള്ളിക്കൊണ്ടിരിക്കുന്ന ചില വെള്ളത്തിന്റെ ശക്തിയെ കർത്താവ് അടയ്ക്കാൻ പോവുകയാണ്. മൂലാധാരം. അടുത്തത്, ആകാശത്ത് നിന്നുള്ള മഴയും നിന്നു. ഹല്ലേലൂയ. എന്ത് ചെയ്തു? മഴ നിന്നു. അടുത്തത്, സ്തോത്രം, വെള്ളം ഇടവിടാതെ ഭൂമിയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരുന്നു. എത്രമാത്രം ശക്തിയോടെ വെള്ളം കയറി വന്നോ അതേ അനുപാതത്തിൽ ഹല്ലേലൂയ നോക്കി ഇടവിടാതെ, ആമേൻ. സ്തോത്രം, ഒരു ദിവസം പോലും റെസ്റ്റ് ഇല്ലാതെ എത്രമാത്രം വെള്ളം ഇരച്ചേറിയോ ആ വെള്ളമെല്ലാം ഇറങ്ങിക്കൊണ്ടേയിരുന്നു. സ്തോത്രം. അടുത്തത്, 150 ദിവസം കഴിഞ്ഞ ശേഷം വെള്ളം കുറഞ്ഞു തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അടുത്തത്, 7-ാം മാസം 17-ാം തീയതി പെട്ടകം അരാരാത്ത് പർവ്വതത്തിൽ ഉറച്ചെന്ന്. ആമേൻ. കണ്ടോ? ദൈവം നോഹയും അവനോട് കൂടെയുള്ള സകലത്തിനെ ഓർത്തപ്പോൾ ദൈവത്തിന്റെ പദ്ധതി എന്തായിരുന്നു? ഈ പെട്ടകം ഒന്ന് ഉറയ്ക്കണം. ആമേൻ. എന്റെയും നിങ്ങളുടെയും ജീവിതം ഒന്ന് ഉറയ്ക്കണം, നമ്മുടെ കുടുംബം ഒന്ന് ഉറയ്ക്കണം, നിന്റെ തലമുറയെ ഒന്ന് ഉറപ്പിക്കുവാൻ. ഏത് രാജ്യത്തിലാണോ ഉറപ്പിക്കേണ്ടത്? ഏത് ശുശ്രൂഷയിലാണോ ഉറപ്പിക്കേണ്ടത്? ഏത് വിദ്യാഭ്യാസ മേഖലയിലാണോ നമ്മുടെ തലമുറകളെ ഉറപ്പിക്കേണ്ടത്? ഏത് സ്പിരിച്വൽ അനുഭവത്തിലാണോ നിന്നെ ഉറപ്പിക്കേണ്ടത്? ദൈവമേ, എന്റെ ശുശ്രൂഷ ഏതാണ്? എന്നെ കർത്താവ് വിളിച്ചത് ഏത് ശുശ്രൂഷ
ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ് എന്നുള്ള ചോദ്യമുണ്ടോ? ആമേ സ്തോത്രം, ഹല്ലേലൂയ. ഏത് ശുശ്രൂഷയിൽ ഉറപ്പിക്കണമെന്ന് കർത്താവ് നിശ്ചയിച്ചിട്ടുണ്ട്, ദൈവം അവിടെ ഉറപ്പിക്കും. ഏത് സ്ഥലത്ത് പാർക്കണമെന്ന് ദൈവം നിശ്ചയിച്ചിട്ടുണ്ടോ അവിടെ കർത്താവ് ഉറപ്പിക്കും. ഏത് രാജ്യത്തിൽ നിൽക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുവോ ദൈവം അവിടെ ഉറപ്പിക്കും. ഓ, 7-ാം മാസം 17-ാം തീയതി പെട്ടകം അരാരാത്ത് പർവ്വതത്തിൽ ഉറച്ചു. യേശുവിന് മഹത്വം, സ്തോത്രം, ഹല്ലേലൂയ. ആമേ. അങ്ങനെയെങ്കിൽ ദൈവം ഭക്തനെ ഓർത്തപ്പോൾ ആ പെട്ടകത്തെ ഉറപ്പിക്കാനായിരുന്നു. ദൈവം ഹന്നായെ ഓർത്തത് പ്രാർത്ഥനയുടെ മറുപടി കൊടുക്കാനാ, അവിടെ മാറാനാ. സ്തോത്രം. ഇതൊന്നും പറയുവാനല്ല ആമേ സ്തോത്രം ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്നത്. എന്നാൽ പരിശുദ്ധാത്മാവിനെ ലീഡ് ചെയ്യുകയാണ്. ആമേ സ്തോത്രം. ഇന്ന് പകൽ ഞാൻ വിശ്വാസത്തോടെ പറയുക, ആത്മാവിന്റെ അഭിഷേകത്തോടെ പറയുകയാണ്, നിന്റെ കുടുംബത്തെ കർത്താവ് ഉറപ്പിക്കാൻ പോകുക. നിന്റെ കുടുംബജീവിതത്തെ കർത്താവ് ഉറപ്പിക്കാൻ പോകുക. നിന്റെ വിദ്യാഭ്യാസ മേഖലയെ കർത്താവ് ഉറപ്പിക്കാൻ പോകുക. വീട്ടിനകത്തെ പ്രയർ ലൈഫിനെ കർത്താവ് ഉറപ്പിക്കാൻ പോകുക. വീട്ടിനകത്തെ പ്രയർ ലൈഫ്. യെസ്, എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരുന്നാട്ടെ. ആമേ സ്തോത്രം, സ്തോത്രം. ഒന്ന് നന്നായി പ്രാർത്ഥിച്ച് വരുമ്പോൾ ക്ഷീണിപ്പിക്കുന്ന അവസ്ഥകളെ ഇന്ന് പകൽക്കാലം പ്രാർത്ഥനകളെ തകിടം മറിക്കുന്ന, പ്രാർത്ഥനയിൽ ഉറയ്ക്കാൻ പറ്റാത്ത, വചനധ്യാനത്തിൽ ഉറപ്പിക്കാത്ത, ഉല്ലാദാര ബൗഷാരാജ ദീപാലാബാർ തീരുമാനത്തിൽ ഉറപ്പിക്കാത്ത അനുഭവങ്ങളെ നോക്കി കർത്താവ് പറയുന്നു ദൈവം ഉറപ്പിക്കാൻ പോകുക. ഏതൊക്കെയോ ആത്മീയ പശ്ചാത്തലങ്ങളിൽ നിന്നെ ഉറപ്പിക്കത്തില്ലെന്ന് വാദിക്കുന്ന വെല്ലുവിളികളെ യേശുവിന്റെ നാമത്തെ ശാസിക്കുന്നു. ഇതിനുള്ളിൽ എത്ര അഭിഷിക്തന്മാർ കയറിയിട്ടുണ്ട് ഞാൻ അറിയുന്നില്ല. എത്ര ആമേസ്തോത്രം ശുശ്രൂഷയിലായിരിക്കുന്നവർ എത്ര പേരുണ്ടെന്ന് ഞാൻ അറിയുന്നില്ല. സ്തോത്രം. എങ്കിലും ഞാൻ പരിശുദ്ധാത്മാവോട് പറയട്ടെ, ചില ആത്മീയ പശ്ചാത്തലങ്ങളെ കർത്താവ് ഉറപ്പിക്കാൻ പോകുക. നിന്നെ ഉറപ്പിക്കത്തില്ലെന്ന് പറയുന്ന കാറ്റുകളെ കർത്താവ് ശാസിച്ചിട്ട്, നിന്നെ ഉറപ്പിക്കത്തില്ലെന്ന് പറയുന്ന വിഷയങ്ങളെ കർത്താവ് മാറ്റിയിട്ട് കർത്താവ് നിന്നെ ഉറപ്പിക്കാൻ പോകുകയാണ്. ഒന്നുകൂടി ഞാൻ പറയട്ടെ, ഇറങ്ങിയത് കർത്താവിന്റെ കൽപ്പന പ്രകാരമല്ലേ? ആമേ സ്തോത്രം. കാലുകൾ എടുത്ത് വെച്ചത് കർത്താവിന്റെ വചനപ്രകാരമല്ലേ? ആമേ. കർത്താവ് ഉറപ്പിക്കുവാൻ സർവശക്തൻ. കർത്താവിന്റെ വലിയ ദയയാൽ ആമേ സ്തോത്രം ശുശ്രൂഷയിലായി തീരുവാൻ കർത്താവിനെ സഹായിച്ചു. ലോകപ്രകാരം ആമേ സ്തോത്രം നല്ല ജോലിക്ക് പോകാമായിരുന്നു. സ്തോത്രം. അതിനുള്ള എല്ലാ അനുഭവങ്ങളും കർത്താവ് തുറന്നു തന്നെയാണ്. ആമേ സ്തോത്രം. ജോലിക്ക് പോയതാണ്. ആമേ ആ ജോലിയിൽ മുന്നോട്ട് പോയിരുന്നെങ്കിൽ നല്ല നിലകളിൽ എത്തുമായിരുന്നു. പക്ഷെ കർത്താവിന്റെ വിളി എന്റെ മേൽ ഉണ്ടായിരുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേ. എന്നാൽ അനേക ചോദ്യമുണ്ട്. കർത്താവേ, ഏത് ശുശ്രൂഷയാ ചെയ്യേണ്ടത്? ആമേ സ്തോത്രം. ഏത് കൃപാവരങ്ങളിലാ ജ്വലിച്ചു വരേണ്ടത്? സ്തോത്രം. ഹല്ലേലൂയ. ആമേ സ്തോത്രം. ആമേ. മുന്നോട്ട് നോക്കുമ്പോഴും പുറകോട്ട് നോക്കുമ്പോഴും ആമേ സ്തോത്രം സാക്ഷികളുടെ വലിയ സമൂഹം ചുറ്റിനും നിൽക്കുമ്പോൾ ആമേ ധാരാളം സംശയങ്ങൾ കടന്നു വന്നു. ശുശ്രൂഷയിലായിരിക്കുന്നവർ പതറി വീഴുന്നു. ആമേ സ്തോത്രം. ആമേ കൃപാവര ശുശ്രൂഷയിലായിരിക്കുന്നവർക്ക് അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. അനേക ചോദ്യങ്ങളുടെ നടുവിൽ കർത്താവ് ഓരോന്നോരോന്നായി പഠിപ്പിച്ചു. പരിശുദ്ധാത്മാവ് ഓരോന്നോരോന്ന് പഠിപ്പിക്കുവാൻ തുടങ്ങി. ഉറപ്പിക്കേണ്ട ഓരോ ശുശ്രൂഷകളും കർത്താവ് ഉറപ്പിച്ചു. സ്തോത്രം. ഇപ്പോൾ അമേരിക്കയുടെ മണ്ണിലായിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ വന്ന് ആമേ സ്തോത്രം ഒന്ന് സ്റ്റാൻഡ് പിടിക്കുവാൻ ഒരു ജോലി ആവശ്യമാണെങ്കിലും ഇപ്പോഴും ആമേ സ്തോത്രം ശുശ്രൂഷയുടെ അനുഭവങ്ങളെ കർത്താവ് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. കർത്താവിനറിയാം എവിടെ കൊണ്ട് ഉറപ്പിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് ഉറപ്പിക്കാത്ത സ്ഥാനങ്ങളില് ആമേ സ്തോത്രം പിടിച്ച് തൂങ്ങിക്കിടക്കല്ലേ എന്നും കൂടി ഞാൻ ആത്മാവിൽ പ്രബോധിപ്പിക്കുകയാണ്. സ്തോത്രം. ചിലർ കടിച്ചങ്ങ് തൂങ്ങിക്കിടക്കും. സ്തോത്രം. സ്തോത്രം. കർത്താവ് ഇച്ഛിക്കാത്ത ഒരു സ്ഥലത്തും ബുദ്ധി കൊണ്ട് ആമേ കടിച്ചു തൂങ്ങിക്കിടക്കരുത്. പ്രൈസ് ദി ലോർഡ്. എപ്പോഴും കണ്ണുകൾ ഇങ്ങനെ ആമേ സ്തോത്രം. എന്നെ കർത്താവ് പഠിപ്പിച്ചൊരു വിഷയം എന്താ പറയുക? നമ്മുടെ കണ്ണ് ഉപ്പാപ്പനിലോ കൊച്ചമ്മയിലോ വീട്ടുകാരിലോ അപ്പനോ അമ്മയിലോ ആയിരിക്കരുത് നമ്മുടെ കണ്ണ്. നമ്മുടെ കണ്ണ് എവിടെ ആയിരിക്കണം എന്നറിയാമോ? മേഘസ്തംഭത്തിലായിരിക്കണം.
സ്തോത്രം. യഹോവയുടെ തേജസ്സായിരിക്കും ശെക്കേന. സ്തോത്രം. ഇസ്രായേൽ ജനം എവിടെ പാളയം ഇറങ്ങണമോ അവിടെ യഹോവയുടെ തേജസ് നിൽക്കും. യഹോവയുടെ ശെക്കൻ എവിടെ നിൽക്കും. സ്തോത്രം. അവിടെ പാളയം അടിക്കും. ചിലപ്പോ ഒരു ദിവസമേ കാണത്തുള്ളൂ. ഒന്ന് ഓർത്ത് നോക്കിയേ. ചിലപ്പോ 2 ദിവസമേ കാണത്തുള്ളൂ. ചിലപ്പം ഒരു മേ ബി 10 അല്ലെങ്കിൽ ഒരു മാസമായിരിക്കാം. അപ്പോഴത്തേക്കിന് ഈ ഒരു മാസം പാളയം അടിക്കുവാൻ കർത്താവ് ആവശ്യപ്പെട്ടു. കൂടാരം എല്ലാം അടിച്ചു. ഒരു മാസം കഴിയുമ്പോൾ കർത്താവ് പറയാം അവിടെ നിന്ന് പറിച്ചെടുത്തോണ്ട് പോകാൻ പറയാൻ. എന്തൊരു ബന്ധപ്പാട്ടാണെന്നറിയോ. സ്തോത്രം. ഈ ഈ പാർസനേജില് പാർത്ത് ശുശ്രൂഷ ചെയ്യുന്ന ദൈവാസന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. സാധാരണ 3 വർഷം ആകുമ്പോൾ അവർക്ക് ട്രാൻസ്ഫർ ഉള്ളത്. എന്നിട്ട് തന്നെ എന്ത് ബന്ധപ്പാടാണെന്നറിയാമോ. സ്തോത്രം. ഹല്ലേലൂയ. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറാൻ പോവാ. അങ്ങനെയെങ്കിൽ ഒരു മാസം അവിടുത്തെ പാളയം അടിച്ചിട്ട് ഇതെല്ലാം അഴിച്ചെടുത്ത് കുറ്റിയെ പറിച്ചെടുത്തോണ്ടൊക്കെ പോകണമെങ്കിൽ എന്ത് ബുദ്ധിമുട്ടാണെന്നറിയോ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ദൈവമാണ് ഉറപ്പിക്കുന്നെങ്കിൽ അവിടുന്ന് ബുദ്ധിപരമായി മാറാൻ ബുദ്ധിമുട്ടാണെങ്കിലും സ്തോത്രം, ദൈവം നമ്മളെ ശക്തീകരിക്കും. മാറാണ്ടിടത്തുനിന്ന് മാറുവാൻ. സ്തോത്രം. ഹല്ലേലൂയ. എന്നോട് കർത്താവ് പറഞ്ഞു, അയ്യോ ദൈവമേ, ഞാൻ വാക്ക് കൊടുത്തുപോയി. പിന്നീട് അറിയുന്ന ദൈവത്തിന് ഇഷ്ടമല്ലെന്ന്. ദൈവത്തിന് ഇഷ്ടമല്ലെങ്കിൽ ആ വാക്കങ്ങ് മാറ്റുന്നേ. അയ്യോ ദൈവമേ, ഞാൻ വാക്ക് കൊടുത്തുപോയി, എന്തോ ചെയ്യും? കർത്താവിനോട് പ്രാർത്ഥിക്കുക, എന്റെ ദൈവമേ, അങ്ങയുടെ ആലോചന ചോദിക്കാതെ അങ്ങയുടെ ഇഷ്ടം അറിയാതെ ഞാൻ വാക്ക് കൊടുത്തു പോയതെന്ന് പറഞ്ഞ് അങ്ങ് എന്റെ അകത്തെ ഗുലാമാലെല്ലാം മാറുമെന്ന് ഞാൻ ആത്മാവിൽ പറയുന്നു. സ്വപ്നം അനുഭവം കൊണ്ടാ പറയുന്നത് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓർക്കുക. സ്തോത്രം. ദൈവം ഓർത്താൽ ദൈവം ഉറപ്പിക്കും. ഇന്ന് രാത്രി ഞാൻ ആത്മാവിന്റെ ശക്തിയോടെ പറയുക, ചില ശുശ്രൂഷ മേഖലകളിൽ കർത്താവ് ഉറപ്പിക്കാൻ പോവാ. സ്തോത്രം. സ്തോത്രം. ചില ശുശ്രൂഷ സ്ഥലങ്ങളെ കർത്താവ് ഉറപ്പിക്കാൻ പോവുക. ഞാൻ മുന്നോട്ട് പോകട്ടെ. സ്തോത്രം. ഇവിടെ ഇതാ ഹന്നായെ കർത്താവ് ഓർത്തു. അവളുടെ പ്രാർത്ഥനയെ ഓർത്തു, അവളുടെ നിലവിളി ഓർത്തു, അവളുടെ കണ്ണുനീര് ഓർത്തു. സ്തോത്രം. ആലയത്തിൽ വന്ന് കരഞ്ഞത് ഓർത്തു. നോക്കണമേ, ഒരാണ്ട് കഴിഞ്ഞിട്ട് ഹന്ന ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. ഞാൻ അവനെ യഹോവയോട് അപേക്ഷിച്ചു വാങ്ങി എന്ന് പറഞ്ഞ് അവന് ശമൂവേൽ എന്ന പേരിട്ടു. സ്തോത്രം. അടുത്തത് പിന്നെ എൽക്കാന എന്ന പുരുഷനും അവന്റെ കുടുംബമൊക്കെയും യഹോവയ്ക്ക് വർഷാന്തര യാഗവും നേർച്ചയും കഴിപ്പാൻ പോയി. എന്നാൽ ഹന്ന കൂടെ പോയില്ല. സ്തോത്രം. ഹല്ലേലൂയ. നോക്കണമേ. സ്തോത്രം. എല്ലാ വർഷവും പോകുന്ന ഹന്ന മാമയ. സ്തോത്ര. ഭർത്താവിന്റെ കൂടെ പോയാൽ ഇരട്ടി നന്മ കിട്ടും. ആലയത്തിൽ പോയി പ്രാർത്ഥിക്കാൻ പറ്റും, എല്ലാം ചെയ്യാൻ പറ്റും. പക്ഷെ ഹന്ന എടുത്ത തീരുമാനം നോക്കിക്കേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വർഷാന്തര യാഗത്തിനും കഴിപ്പം അവരെല്ലാം കൂടി പോയി. എൽക്കാനയും കുടുംബം എല്ലാം പോയി. പക്ഷെ എന്നാൽ ഹന്ന കൂടെ പോയില്ല. അവൾ പറയുകയല്ല, അവൾ ഭർത്താവിനോട് ശിശുവിന്റെ മുല കൂടി മാറട്ടെ, പിന്നെ അവൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് അവിടെ എന്നും പാർക്കേണ്ടതിന് ഞാൻ അവനെ കൊണ്ട് പോരാം. ഇതിനകത്ത് വലിയൊരു ആത്മീയ അർത്ഥമുണ്ട് കേട്ടോ. സ്തോത്രം. സ്തോത്രം. വലിയ വിശുദ്ധര് പറയാം, നന്മ കിട്ടിയിട്ട് അവർക്ക് ഇപ്പൊ എവിടെ പോകണ്ടെന്ന്. സ്തോത്രം. ഈ ഞായറാഴ്ച കണ്ടില്ലല്ലോ. ചിലര് കുറ്റം കണ്ടുപിടിക്കാൻ മിടുക്കരാ. ഈ ഞായറാഴ്ച കണ്ടില്ലല്ലോ, ഈ വർഷം കണ്ടില്ലെന്ന് ഹന്നയെ. നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചു നോക്ക്. ഇതിന്റെ അകത്ത് നമ്മള് ബുദ്ധിപരമായി ചിന്തിച്ചു കഴിഞ്ഞാൽ, മാനുഷിക ബുദ്ധി നോക്കി കഴിഞ്ഞാൽ വേണേ പോകാം, അല്ലെ ക്രീസി മാമേ? വേണമെങ്കിൽ ആ വർഷം പോകാം. അത്ര ആൾക്കാരൊക്കെ ഇല്ലയോ? കുഞ്ഞിനെ അവരെല്ലാം കൂടി നോക്കത്തില്ലേ? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ നാട്ടില് എല്ലാ ഞായറാഴ്ചയും കാണുന്ന ഒരാളെ ഒരു ഞായറാഴ്ച കണ്ടില്ലെങ്കിൽ ഉടനെ വിളിക്കും, പ്രാർത്ഥന മുടക്കി. എന്തോ പ്രാർത്ഥന മുടക്കി. സ്തോത്രം. ഹല്ലേലൂയ. പിന്നെ വരാത്തതിനൊരു 100 കൂട്ടം കുറ്റവും കണ്ടുപിടിക്കും. സ്തോത്രം. ഹല്ലേലൂയ. പോട്ടെ, അത് നമ്മുടെ ഒരു മാനുഷിക പ്രകൃതമാണ്. പക്ഷെ ഇവിടെ ഞാനിത് കർത്താവിനോട് ചോദിച്ചു, എന്റെ ദൈവമേ, എന്താ ആ അമ്മ കുഞ്ഞിനെ കൊണ്ട് പോകാത്തത്? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ. നിങ്ങളെക്കാൾ ക്ഷീണം എനിക്കുണ്ട് കേട്ടോ. ശരീരം കൊണ്ട് നിങ്ങളെക്കാൾ നല്ല ക്ഷീണമുണ്ട്. നിങ്ങൾക്ക് അവിടെ രാത്രിയാണെന്ന് അറിയാം. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളെക്കാൾ നല്ല ക്ഷീണത്തിലാണ് ഇരിക്കുന്നത്. ഏർലി മോർണിംഗ് 2 മണിക്ക് എഴുന്നേൽക്കുന്നതാ ഞാൻ കേട്ടോ. 3 മണിക്ക് ജോലിക്ക് കയറേണ്ടതാ. സ്തോത്രം. നാളെ 2 മണിക്ക് കയറണം. സ്തോത്രം. ഹല്ലേലൂയ. ഈ കഴിഞ്ഞ 6 മണിക്കൂർ കൊണ്ട് ഏകദേശം 6000 കിലോ സാധനം ഈ കൈക്കകത്തൂടെ പോയതാ കേട്ടോ. സ്തോത്രം.
ഈ ഷോൾഡർ കൊണ്ട് കൈ കൊണ്ട് പൊക്കിയതാ കേട്ടോ. നിങ്ങളെക്കാൾ നല്ല ക്ഷീണത്തിൽ ഇരിക്കുക, ഒരു തുള്ളി ആഹാരം കഴിച്ചിട്ടില്ല. ആമേൻ സ്തോത്രം. പറഞ്ഞല്ലോ, ഒരു കാപ്പിയും കൂടാ പോയത്. വെള്ളം കുടിക്കാൻ പോയപ്പോ പറയും, ഇതുകൂടി കളഞ്ഞിട്ട് നീ വെള്ളം കുടിച്ചാൽ മതി എന്ന്. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് എല്ലാവരും കേട്ടിരിക്കണേ. സ്തോത്രം. നിങ്ങളുടെ ക്ഷീണം എനിക്കറിയാം, നിങ്ങളുടെ ഉറക്കം എനിക്കറിയാം. സ്തോത്രം, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അവിടെ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഞാൻ കർത്താവപ്പച്ചനോട് ചോദിച്ചു, കർത്താവപ്പച്ച എന്താ ഈ ഹന്നാമ്മച്ചി പ്രാർത്ഥനയ്ക്ക് പോകാതിരുന്നേ, കൊച്ചിനെയും കൊണ്ട് പോകാതിരുന്നേ? നമ്മളാണെങ്കിൽ ആമേൻ സ്തോത്രം ഒരു കുഞ്ഞുണ്ടായാല് ആമേൻ സ്തോത്രം പോകാനോ പരുവൊക്കെ ആകുമ്പോ കൊണ്ട് കർത്താവ് അന്നയാന്ന് പറഞ്ഞ് കൊണ്ട് കാണിക്കത്തില്ലയോ? അമ്മ പറയുമ്പോ സ്തോത്രം, എന്റെ അടുക്കൽ ഇവിടെ നിൽക്കട്ടെന്ന്. സ്തോത്രം, എനിക്ക് ഇവിടെ ചിലക്ക് പഠിപ്പിക്കാനുണ്ടെന്ന്. സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. എന്നെ തെറ്റിദ്ധരിക്കല്ലേ, അവരെ അമ്മയുടെ ഉത്തരവാദിത്വം. സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ പ്രേസോ. ഇപ്പൊ ഭാഷ കൊണ്ട് കാണിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, വീട്ടിൽ ഇരുത്തി പഠിപ്പിക്കാൻ ചിലതൊക്കെ ഉണ്ട്. രക്തത്താൽ ജയം. ഇപ്പൊ ചർച്ചയിലെ കമ്മിറ്റി കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് ചിലതൊക്കെ പഠിപ്പിക്കാനുണ്ട്. എന്റെ കണ്ണുനീര് കൊച്ച് കാണട്ടെ, എന്റെ നിലവിളി. ആമേ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഈ അമ്മയും കുഞ്ഞുകൂടി അവിടെ കിടന്ന് സഹോദരൻ ശാരീരം പാടുവാന്ന് ചിന്തിക്കരുത് കേട്ടോ. സഹോദരം, കുഞ്ഞിനെ നോക്കേണ്ടതുപോലെ നോക്കുന്നുണ്ട്, കുഞ്ഞിന് വേണ്ടി കരയുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്ന് രാത്രിക്കാലം ഞാൻ ആത്മാവിനെ പ്രബോധിപ്പിക്കുക, പ്രിയ അമ്മമാരെ. സ്തോത്രം, ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾ അടുത്തുള്ളപ്പം കൂടിരുത്തി പ്രാർത്ഥിപ്പിക്കട്ടെ. സ്തോത്രം. ഒരു പരുവം, ഒരു ഏജ് കഴിഞ്ഞാലേ സ്തോത്രം കുഞ്ഞുങ്ങൾ കൈ നിൽക്കത്തില്ല കേട്ടോ. അതിനു മുൻപ് ആമേ കുഞ്ഞുങ്ങളെ നമ്മുടെ കയ്യിലാക്കിക്കോണം. സ്തോത്രം, ഹല്ലേലൂയ. ആമേ ഇന്നത്തെ ഈ തലമുറയില് ആമേൻ സ്തോത്രം ഒരു ഞാൻ ഈ പറയുന്നൊന്നും കേട്ട് ആരും മുഷിയരുത് കേട്ടോ. പ്രൈസ് ലോർഡ്. നമ്മളെല്ലാം ചെയ്യുന്ന കാര്യമാ. സ്തോത്രം, ആമേൻ. ഇന്ന് ഈ ആധുനിക ലോകത്തില് കുഞ്ഞുങ്ങൾക്ക് കളിപ്പാട്ടം, ഊഞ്ഞാല്. സ്തോത്രം. ഓരോ ഏജ് കഴിയുമ്പോഴും സ്തോത്രം ആമേൻ ആ ഏജിനനുസരിച്ചുള്ള കളിപ്പാട്ടം. ഇപ്പൊ വന്ന് 3 വയസ്സാകുമ്പോഴേ കൊച്ചിന്റെ കയ്യിൽ മൊബൈലാ. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ പരിചയത്തിലുള്ള വീട്ടിൽ പോയപ്പോ സ്തോത്രം ഞാൻ ഞെട്ടിപ്പോയി. സ്തോത്രം, എനിക്കറിയത്തില്ല ഏതിലൊക്കെ ബട്ടൺ ഞെക്കണം എനിക്കറിയത്തില്ല. ഞാൻ ഒരു കുഞ്ഞ് സ്തോത്രം മൊബൈൽ എടുത്ത് എല്ലാം ഓണാക്കും. ഞാൻ അതിശയപ്പെട്ടു പോയി. സ്തോത്രം, ലോകം വളർന്നു പോയി. സ്തോത്രം, ഹല്ലേലൂയ. ഇതൊന്നും ഒന്നും അല്ല ഞാൻ പറയുന്നത്. സ്തോത്രം, കുഞ്ഞുങ്ങളാ പഠിച്ചു വരുന്ന പ്രായത്തില് ആമേ സ്തോത്രം ഇതൊക്കെ കണ്ടും കേട്ടുമൊക്കെ മുന്നോട്ട് പോയേ പറ്റത്തുള്ളൂ. പക്ഷേ അത്യാവശ്യമായി കൊടുക്കേണ്ടത്, ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുക്കേണ്ടത്, കാണേണ്ടതും കേൾക്കേണ്ടതും അമ്മയുടെ കണ്ണുനീര്, അമ്മയുടെ കരച്ചിലിന്റെ ശബ്ദം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിന്റെ കുഞ്ഞൊരു പ്രവാചകനാകാൻ ആഗ്രഹിക്കുന്നുവോ? നിന്റെ കുഞ്ഞൊരു ശുശ്രൂഷക്കാരനാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ആമേ സ്തോത്രം. അവൻ കേൾക്കേണ്ടുന്നത് ഇവിടുത്തെ വിഷയങ്ങളല്ല, അവൻ കേൾക്കേണ്ടുന്നത് ആമേ സ്തോത്രം ഇങ്ങനെ പറയുന്നത്, ഞാൻ അവനെ യഹോവയോട് അപേക്ഷിച്ചു വാങ്ങി. രാമേ പറയാം, അപേക്ഷിക്കുന്ന അമ്മയെ കാണട്ടെ, ദൈവത്തിൽ നിലവിളിക്കുന്ന അമ്മയെ കാണട്ടെ. സ്തോത്രം. ഞാൻ ആമേ സ്തോത്രം അഹങ്കാരത്തോടെ പറയുകയല്ല കേട്ടോ. സ്തോത്രം, എന്റെ മോള് പ്രാർത്ഥിക്കുമ്പോഴെല്ലാം കരഞ്ഞോടെ പ്രാർത്ഥിക്കത്തുള്ളൂ. സ്തോത്രം. ഇപ്പോഴും അവൾ പ്രാർത്ഥിക്കുവാണെങ്കിൽ എനിക്കറിയത്തില്ല, എനിക്ക് പോലും അത്രയും കണ്ണുനീര് വരത്തില്ല. എനിക്ക് കണ്ണുനീര് വരണമെങ്കിൽ ഇച്ചിരി സമയം എടുക്കും. ഈ കുഞ്ഞ് പ്രാർത്ഥിക്കാതിരിക്കുമ്പോഴെല്ലാം കരഞ്ഞോണ്ടാ പ്രാർത്ഥിക്കുന്നത്. രഹസ്യം എന്താ അറിയാമോ? സ്തോത്രം, ഈ കുഞ്ഞ് ആമേ സ്തോത്രം, ഹല്ലേലൂയ, അമ്മയുടെ പാലും കുടിച്ചു, അമ്മയുടെ കണ്ണുനീരും കണ്ടു. സ്തോത്രം. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനെ അറിയോ? അമ്മയുടെ പാലും കുടിക്കും. ഹലോ, അവിടെ പാഷയുടെ കാര്യമില്ലയോ? അയാളെ ഗുണമില്ലെന്നേ. അമ്മയുടെ പാലും കുടിക്കുക, കേൾക്കുന്നത്, അയാളെ ഗുണമില്ല, അയാളുടെ എന്താ പ്രസംഗം ശരിയായില്ല, പാട്ട് ശരിയായില്ല, അവളുടെ സാക്ഷ്യമോ എന്തിനു കൊള്ളാം. പിന്നെ പിണറായി അറിയാമോ? ഉമ്മൻചാണ്ടി അറിയാമോ? കുഞ്ഞിന് പാലോ എന്നാ വേണമെങ്കിലും കൊടുത്തു, കുഞ്ഞിനെ നല്ലപോലെ നോക്കണം. പക്ഷെ കുഞ്ഞ് അപേക്ഷിക്കുന്ന അമ്മയെ കാണണം, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന അമ്മയെ കാണണം. എന്റെ ഒരു അഭിപ്രായത്തില് സ്വോത്രം ആമേ സ്വോത്രം എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്. സ്വോത്രം ശുശ്രൂഷിക്കാൻ വേണം, കുഞ്ഞിനെ നോക്കണം. കുഞ്ഞ് കാണട്ടെ, ശുശ്രൂഷിക്കുന്ന അമ്മയെ കാണട്ടെ, ദൈവവചനം സംസാരിക്കുന്ന അമ്മയെ കാണട്ടെ.
അർദ്ധുരഘടകതരാജകസ്യ ഹർത്തലെ ശവനഘടകതരാജക അർദ്ധുരഘടകസ്യ. ഇന്ന് പകൽക്കാലം, ഇന്ന് രാത്രികാലം ഞാൻ ആത്മനിറവോടെ ബുദ്ധി ഉപദേശിക്കുന്നു, ആലോചന പറയുന്നു. സ്തോത്രം. കുഞ്ഞ് ദൈവശബ്ദം കേൾക്കണമെങ്കിൽ അമ്മ ദൈവശബ്ദം കേൾക്കണം. ദൈവശബ്ദം കേട്ട് വളർന്ന അമ്മയാ, ദൈവത്തിൽ നിന്ന് പ്രാപിച്ച അമ്മയാ. സ്തോത്രം. ആ അമ്മയുടെ ശിക്ഷണത്തിലാ വളർന്നത്. എപ്പോൾ വരെ ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഹന്ന കൂടെ പോയില്ല. അവളുടെ ഭർത്താവിനോട് പറയുക, ശിശുവിന്റെ മുല കൂടി മാറട്ടെ, പിന്നെ അവൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് അവിടെ എന്നും പാർക്കേണ്ടതിന്. എത്ര പേർക്ക് താല്പര്യമുണ്ട്, ദൈവമേ എന്റെ കുഞ്ഞ് അങ്ങനെ സന്നിധി ശുശ്രൂഷിക്കട്ടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല പഠനം കിട്ടട്ടെ, നല്ല ജോലി കിട്ടട്ടെ, നല്ല സൗകര്യം കിട്ടട്ടെ. പക്ഷെ കർത്താവ് തന്ന കുഞ്ഞാണെങ്കിൽ, കർത്താവിനോട് ചോദിച്ചു വാങ്ങിയ കുഞ്ഞാണെങ്കിൽ, ആ കുഞ്ഞിനെ ദൈവത്തിന് കൊടുക്ക, യഹോവയ്ക്ക് ശുശ്രൂഷിക്കുവാൻ കൊടുക്ക, ദൈവവചനം പറയാൻ കൊടുക്ക. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. അടുത്തത് ആമേ. അങ്ങനെ അവൾ വീട്ടിൽ താമസിച്ച് മുല കൂടി മാറും വരെ മകന് മുല കൊടുത്തു. അവൻ മുല കൂടി മാറിയ ശേഷം അവൾ, അത് കഴിഞ്ഞ മീറ്റിംഗിൽ നമ്മൾ കേട്ടതാണ്, അവനല്ല, എൽക്കാനയല്ല, അവൾ 3 വയസ്സ് പ്രായമുള്ള ഒരു കാളയും ഒരു പറ മാവും ഒരു തുരുത്തി വീഞ്ഞുമായി അവനെ ഷീലോവിൽ യഹോവയുടെ ആലയത്തിലേക്ക് കൊണ്ടുചെന്നു. ബാലനോ ചെറുപ്പമായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഞാൻ ഇവിടെ നോക്കി, ഇതിനകത്ത് അച്ചായനെ കാണുന്നില്ല കേട്ടോ. ഞാൻ വായിച്ചു നോക്കിയപ്പോഴൊന്നും ആരെ കണ്ടില്ല, എൽക്കാനെ കണ്ടില്ല. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ വായിച്ചു നോക്കിയേ. ആമീൻ. സ്തോത്രം. അവിടെ നിങ്ങൾ എൽക്കാനെ കാണുന്നുണ്ടോ? ഇല്ല. എൽക്കാന എല്ലാ വർഷവും എല്ലാ ഞായറാഴ്ചയും പോകുന്ന ആളാ, എല്ലാ കാത്തിരിപ്പ് യോഗത്തിന് പോകുന്ന ആളാ. പക്ഷെ എൽക്കാന പോയത്, സ്തോത്രം, ആലോചന കേൾക്കാനല്ല, പ്രവചനം കേൾക്കാനല്ല പോയത്, ദൈവത്തിന് വില പിടിപ്പുള്ളത് കൊടുക്കാനാ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്റെ കർത്താവിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സംഭവം, ദശാംശത്തെക്കാൾ നല്ലത്, സ്തോത്രകാശയേക്കാൾ നല്ലത്, ഇതൊന്നും കൊടുക്കണ്ടെന്നല്ല, ചർച്ചിൽ ഫാൻ വാങ്ങിച്ചു കൊടുക്കുന്നതിനേക്കാൾ നല്ലത്, ചർച്ചിൽ നിങ്ങൾ ആരാധനയ്ക്ക് കൂടുന്ന സ്ഥലത്തിന് ഏറ്റവും നല്ല സാധനങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കണം. കർത്താവിന് ഏറ്റവും നല്ലത് കൊടുക്കേണ്ടത് കുഞ്ഞുങ്ങളെ കർത്താവിന് കൊടുക്കട്ടെ. സ്തോത്രം. നമ്മുടെ തലമുറകളെ കർത്താവിന് വേണ്ടി കൊടുക്കട്ടെ. സ്തോത്രം. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നു കേട്ടോ. അവൾ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. എന്ത് ചെയ്തു? ആമേൻ. സ്തോത്രം. 3 വയസ്സ് പ്രായമുള്ള ഒരു കാള, ഒരു പറ മാവ് ഒരു തുരുത്തി വീഞ്ഞുമായി അവനെ ഷീലോവിൽ യഹോവയുടെ ആലയത്തിൽ കൊണ്ടുചെന്നു. ബാലനോ ചെറുപ്പമായിരുന്നു. അവർ കാളയെ അറുത്തിട്ട് ബാലനെ ഏലിയുടെ അടുക്കൽ കൊണ്ടുചെന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ തവണ ചിന്തിച്ച വിഷയമായതുകൊണ്ട് ഞാൻ അവിടേക്ക് പോകുന്നില്ല. സ്തോത്രം. ദൈവത്തെ ആരാധിച്ചിട്ട് തലമുറ ദൈവത്തിന് കൊടുത്തിട്ട്, സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എൽക്കാനയുടെ പേര് പ്രത്യക്ഷമായിട്ട് കാണുന്നില്ലെങ്കിലും അവർ എന്ന് പറയുന്നു. ആമേൻ. പരിശുദ്ധാത്മാവ് ഏതർത്ഥത്തിലാണ് അവർ എന്ന് കൊടുത്തിരിക്കുന്നത് നമുക്കറിയത്തില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ കാര്യങ്ങൾ തന്നെ കൊടുക്കാം. ഒരുപക്ഷെ അമ്മയെ മോനെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ ആമേ. സ്തോത്രം. ആമേ. ഹന്നായും എൽക്കാനയും മോനും കൂടി ആയിരിക്കാം പോയത്. എനിവേ, സ്തോത്രം. കുഞ്ഞിനെ അവിടെ കൊടുത്തിട്ട് ദൈവത്തെ ആരാധിച്ചിട്ട് മടങ്ങി വന്നു. സ്തോത്രം. ദൈവത്തിന് കൊടുക്കാനുള്ളത്, വിലപിടിപ്പുള്ളത് കൊടുത്തിട്ട്, സ്തോത്രം. നോക്കണമേ. ആമേൻ. നമ്മുടെ വീട്ടില് ഒരു ആൺതലമുറ ആദ്യം ജനിക്കുകയാണെങ്കിൽ നമുക്ക് എന്തെല്ലാം പ്രതീക്ഷയാല് അവനെ സ്തോത്രം MBBS വിടണം, അവനെ MD എടുക്കണം, അവനെ എഞ്ചിനീയർ ആക്കണം, അവനെ നേഴ്സ് ആക്കണം, അവനെ UK വിടണം, അവനെ ഓസ്ട്രേലിയ വിടണം. സ്തോത്രം. ആമേൻ. നമ്മുടെ തലമുറകളെ കുറിച്ച് അവർ എവിടെ എത്തണം? ദൈവമേ, അവൻ നിങ്ങളുടെ പ്രാർത്ഥനയൊക്കെ ഫലിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്നത്തെ പ്രാർത്ഥന മുഴുവനും, എന്റെ ദൈവമേ, എന്റെ തലമുറയ്ക്ക് നല്ലൊരു ഭാവി ഉണ്ടാകണമേ, എന്റെ തലമുറയ്ക്ക് നല്ലൊരു കെട്ടുപണി ഉണ്ടാകണമേ, എന്റെ തലമുറയ്ക്ക് നല്ലൊരു ജോലി കിട്ടണേ. സ്തോത്രം. എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്, എന്റെ ദൈവമേ, എന്റെ തലമുറ നിമിത്തം അങ്ങയുടെ നാമം
വാഴ്ത്തപ്പെടട്ടെ. എന്റെ തലമുറ അങ്ങ് ശുശ്രൂഷിക്കട്ടെ. ആമേ സ്തോത്രം. ഹല്ലേലൂയ. ദർശനമില്ലാത്ത ഇടത്ത്, ദൈവമേ അങ്ങയുടെ ശബ്ദമില്ലാത്തയിടത്ത് ഞാൻ അങ്ങയുടെ ശബ്ദം കേട്ടതുപോലെ, ഞാൻ അങ്ങയുടെ ആലോചന കേട്ടതിനേക്കാൾ അധികമായി, ഞാൻ അങ്ങയുടെ വചനം കേട്ടതിനേക്കാൾ അധികമായി, ഞാൻ കണ്ട ദർശനത്തെക്കാൾ അധികമായി ദർശനം കാണുന്ന ഒരു തലമുറയെ ഞാൻ അങ്ങക്ക് തരുന്നു. ഓർക്കണമേ, അതിന് നടുവില് ദൈവത്തെ ഓർക്കാത്ത ഒരു തലമുറ, ദൈവത്തെ തള്ളിക്കറയുന്ന തലമുറ, ദൈവത്തിൽ നിന്ന് വെറുപ്പ് പ്രാപിച്ച തലമുറയുടെ നടുവില് മാതാവിന്റെ കണ്ണുനീര് കണ്ടു വളർന്ന, മാതാവ് കേട്ട ദൈവ ശബ്ദത്തെ കേട്ട് വളർന്ന, മാതാവിൽ നാദ്യപാഠങ്ങളെ പഠിച്ചു വളർന്ന തലമുറ ശമൂവേൽ ദൈവശബ്ദം കേൾക്കുവാനിട്ട് വന്നു. ആമേൻ. നമ്മുടെ പ്രാർത്ഥനാ വിഷയത്തിൽ വലിയ വിഷയമാണല്ലോ. തലമുറകൾ ദൈവശബ്ദം കേൾക്കുന്നില്ല. മാതാപിതാക്കൾ ദൈവശബ്ദം കേൾക്കുന്നവരാണെങ്കിൽ തലമുറ ദൈവശബ്ദം കേൾക്കും. മാതാപിതാക്കൾ ദൈവത്തെ ആരാധിക്കുന്നവരാണെങ്കിൽ തലമുറകൾ ദൈവത്തെ ആരാധിക്കും. ഇതൊരു വല്ലാത്ത ലോകമാണ്. ആത്മീയ പശ്ചാത്തലത്തിൽ പോലും, ആത്മീയ ലോകത്തിൽ പോലും വല്ലാത്ത അസ്വസ്ഥകൾ പടർന്ന് പന്തലിച്ചിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം സ്തോത്രം, നമ്മുടെ ഭവനത്തിൽ ശുശ്രൂഷ ആരംഭിക്കട്ടെ. കുഞ്ഞുങ്ങൾ കാണട്ടെ ദൂത് കൊടുക്കുന്ന അമ്മയെ, കുഞ്ഞുങ്ങൾ കാണട്ടെ പ്രാർത്ഥിച്ച് ആലോചന കൊടുക്കുന്ന മാതാപിതാക്കളെ. സ്തോത്രം. തലമുറകൾ കാണട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. എന്താ സംഭവിച്ചത്? ദാൻ മുതൽ ബേർശേബ വരെ അറിയപ്പെടുന്ന ഒരു ഭക്തനെ നമുക്ക് ഇത് നിമിത്തം കാണുവാൻ സാധിക്കുന്നുണ്ട്. സ്തോത്രം. അമ്മ വില കൊടുത്തപ്പോൾ സ്തോത്രം. ഹല്ലേലൂയ. കണ്ണുനീരിനെ കർത്താവ് മാനിച്ചു. തലമുറയെ ദൈവം ദേശത്ത് മാനിച്ചു. യഹോവയുടെ ശബ്ദമായി ദേശത്തെ ഉയർത്തി. ഇങ്ങനെ പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. 1 ശമൂവേൽ 3 10 വാക്യം ഇങ്ങനെ പറയുന്നത്. അപ്പോൾ യഹോവ വന്നു നിന്നു, മുമ്പിലത്തെ പോലെ ശമൂവേൽ ശമൂവേൽ എന്ന് വിളിച്ചു. അതിന് ശമൂവേൽ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞു. നോക്കണമേ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവ ശബ്ദത്തിന് മുൻപാകെ ഹന്ന എന്താ പറഞ്ഞത്? ഹന്ന പറഞ്ഞത് ഇങ്ങനെയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഹന്ന പറയുന്നത് 1 ശമൂവേൽ 1:18 അടിയന് തൃക്കണ്ണിൽ കൃപ ലഭിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ സ്ത്രീ. യഹോവയുടെ കണ്ണില് കൃപ ലഭിക്കട്ടെ. ദൈവത്തിന്റെ ആലോചന എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഏലി പുരോഹിതൽ നിന്ന് യഹോവയുടെ ആലോചന എല്ലാം കേട്ടിട്ട് ഹന്ന പറഞ്ഞൊരു കാര്യമുണ്ട്. അടിയന് തൃക്കണ്ണ് കൃപ ലഭിക്കുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം എന്റെ മുൻപിലിരിക്കുന്ന പ്രിയ അമ്മമാരെ, നിങ്ങൾ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ, ദൈവത്തിന്റെ ദൂത് കേൾക്കുമ്പോൾ ഇങ്ങനെ പറയണം. ദൈവമേ, നിന്റെ കണ്ണിൽ എനിക്ക് കൃപ ലഭിക്കുമാറാകട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ഹന്നയുടെ എപ്പോഴുള്ള പ്രാർത്ഥന, എപ്പോഴുള്ള ഒരു വാക്യത, എനിക്ക് കൃപ ലഭിക്കുമാറാകട്ടെ. ദൈവമേ, കൃപ എനിക്ക് ലഭിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ കൃപ കണ്ടെത്തിയ, ദൈവത്തിന്റെ കൃപ പ്രാപിച്ച അമ്മയുടെ മോൻ പറയുകയാണ്. സ്തോത്രം. ആമേൻ. എന്താണ്? സ്തോത്രം. അതിന് ശമൂവേൽ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു. സ്തോത്രം. കൃപ ലഭിച്ച, കൃപ പ്രാപിച്ച, കൃപയാൽ നിറഞ്ഞ. സ്തോത്രം. ദൈവമേ, എനിക്ക് നിന്റെ കൃപയില്ലാതെ നിൽക്കാൻ പറ്റുകയില്ല. ദൈവം നിന്റെ കൃപയുടെ ശക്തിയില്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയില്ലെന്ന പറഞ്ഞ് വളർന്ന സ്തോത്രം അമ്മയുടെ മോൻ പറയുകയാണ്. സ്തോത്രം. അടിയൻ കേൾക്കുന്നു. യഹോവയെ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു. സ്തോത്രം. അമ്മ എങ്ങനെയാണോ അങ്ങനെയാണ് മക്കളുടെ റെസ്പോൺസ്. അമ്മ പറഞ്ഞ എന്താണ്? തൃക്കണ്ണിൽ എനിക്ക് കൃപ ലഭിക്കുമാറാകട്ടെ. തലമുറ എന്തുവാ പറഞ്ഞത്? സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു. ദൈവശബ്ദം കേൾക്കുന്ന തലമുറ. ഈ ശമൂവേലിന്റെ ജീവിതത്തില് ദൈവം ചെയ്ത എന്താണ്? സ്തോത്രം. ഇസ്രായേലിന്റെ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവിനെ അഭിഷേകം ചെയ്യുവാൻ, പിന്നീട് ദാവീദിനെ അഭിഷേകം ചെയ്യുന്നുണ്ട്. സ്തോത്രം. ഇസ്രായേലിന്റെ 2 രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുവാൻ. ഇന്ന് പകൽക്കാലം ഞാൻ കർത്താവിൽ ആശ്രയിച്ച് വൈൻഡപ്പ് ചെയ്യുക. സ്തോത്രം. ഹല്ലേലൂയ.
അടിയൻ കേൾക്കുന്നു. അടിയനോട് അരുളി ചെയ്യണമേ. ഐ ആം അവൈലബിൾ, ഞാനിവിടെ ഉണ്ട് കർത്താവേ എന്ന് പറഞ്ഞ് ശീലിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നിന്നിൽ കൂടി ചിലർ അഭിഷിക്തരാകാൻ പോവുകയാണ്. യെസ്, സ്തോത്രം. ഞാൻ വിശ്വാസത്തോടെ പറയുക, സ്തോത്രം. നിന്നിൽ കൂടി വേണം അടുത്ത MLA വരുവാൻ, നിന്നിൽ കൂടി വേണം അടുത്ത മന്ത്രി വരുവാൻ. സ്തോത്രം, ഹല്ലേലൂയ. നീ കൈവച്ച് അനുഗ്രഹിച്ചു വിടണം. ഇത് ഭൗതികമായ കാര്യമാണ് പറഞ്ഞത്. ഇത് പകൽക്കാലം പറയട്ടെ, നിങ്ങളുടെ പ്രാർത്ഥനയിൽ കൂടി ചില അഭിഷിക്തന്മാർ പുറത്ത് വരട്ടെ. അടിയൻ ഇതാ എന്ന് പറയുന്ന ഒരു ശമൂവേലുണ്ടോ? നിങ്ങൾക്ക് നിശ്ചയമായിട്ട് ചില അഭിഷിക്തന്മാരെ ലോകത്തിന് സംഭാവന ചെയ്യാൻ പറ്റും. ദൈവ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടോ? നിങ്ങൾ നിമിത്തം ചില ദൈവദാസന്മാർ ശുശ്രൂഷയുടെ മുൻനിരയിലേക്ക് വരും. നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് ചില ശുശ്രൂഷയ്ക്കായിട്ട് വരും. നിന്റെ തലമുറ ശുശ്രൂഷകൾക്കായിട്ട് പുറത്ത് വരും. പക്ഷെ ഒന്നുണ്ട്, അടിയനിതാ. ശമൂവേൽ അറിഞ്ഞില്ല, ശമൂവേൽ ഒരിക്കലും അറിഞ്ഞില്ല അവന്റെ കൈകൾ കൊണ്ട് ചിലർ രാജാക്കന്മാരായി തീരുമെന്ന്. അവന്റെ കയ്യിലെ അഭിഷേക കൊമ്പിൽ നിന്ന് 2 രാജാക്കന്മാരെ ആമേസോദ രാജ്യത്തിന് കൊടുക്കാൻ പറ്റുമെന്ന് ഒരിക്കലും ചിന്തിച്ചല്ല. സ്തോത്രം. അടുത്ത കാര്യം, ശമൂവേൽ 3 ഓഫീസാണ് കൈകാര്യം ചെയ്തത്. അവൻ ഒരേ സമയം പ്രവാചകനായിരുന്നു, അവൻ ന്യായാധിപനുമായിരുന്നു, അവൻ പുരോഹിതനുമായിരുന്നു. അവൻ യാഗമർപ്പിക്കുന്നുണ്ട്, അവൻ പ്രവചിക്കുന്നുണ്ട്, അവൻ ന്യായപാലനം ചെയ്യുന്നുണ്ട്. ദൈവത്തിന് മുമ്പിൽ ഞാൻ ഇതാ എന്ന് പറയുന്ന ആരെങ്കിലും ഇന്നുണ്ടെങ്കിൽ, സ്തോത്രം, സ്തോത്രം, ഒരിക്കലും നമുക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത ആത്മീയ ഭൗതിക ഓഫീസുകളെ കൈകാര്യം ചെയ്യുവാൻ കർത്താവ് സഹായിക്കും. രജഘടകഥ രാജകഷിയ ധൂരാതാലാബാലാബാൽ എല്ലാരും കണ്ണുകളെ അടയ്ക്കും. വേരധിരാധിക സന്ധനാജക ശംധനാജക ശതസ് അർത്ഥജഗട ബലകഥന ബടകഥന ആലകഥുരാജക ശംധനാദിക്ഷ്യ ദേവേരേ വൈഷാമാന ഹംദൽഖാര വൈത്സലവായിട വൈഡബലശസ്യ. അടിയനിതാ, ഞാനിതാ, അരുളി ചെയ്യണമേ, ഞാൻ കേൾക്കുന്നുണ്ട്. ആമേ സ്തോത്രം. ഏലിയുടെ ശബ്ദമല്ല കേൾക്കുന്നത് ഇവിടെ. ആമേ സ്തോത്രം. വളർത്തിയ അപ്പനുണ്ടാകാം, വളർത്തിയ അമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്, ഈ ലോകത്തിലെ പല ശബ്ദങ്ങളുണ്ട്. ഇനി ആ ശബ്ദത്തിന് അടുക്കലേക്ക് പോകുവാനല്ല. ശമൂവേൽ 2 തവണ ആമേ സ്തോത്രം ഏലി പുരോഹിതനായിരിക്കാൻ വിളിച്ചതെന്ന് കരുതി അങ്ങോട്ടേക്ക് ഡയറക്റ്റ് ചെയ്തു. എന്നാൽ 3ാമത്തെ തവണ ഏലി പുരോഹിതൻ പറഞ്ഞു, ആമേ സ്തോത്രം, അത് ദൈവം തന്നെയാണ്. ആമേ ദൈവ ശബ്ദത്തിന് മുൻപിൽ എങ്ങനെ പ്രതികരിക്കണമെന്ന് പറഞ്ഞു കൊടുത്തു. സ്തോത്രം. ഇതൊക്കെ പറയുവാനുണ്ട്. തലമുറയെ പറഞ്ഞു പഠിപ്പിക്കണം. ദൈവശബ്ദത്തിന്റെ മുൻപിൽ എങ്ങനെ പെരുമാറണമെന്ന്, ദൈവശബ്ദത്തിന്റെ മുമ്പിൽ പ്രയോജനപ്പെടത്തക്ക രീതിയിൽ എങ്ങനെ പെരുമാറണമെന്ന് തലമുറയോട് പറഞ്ഞു കൊടുക്കുക. ഈ ദിവസങ്ങൾ നമ്മൾ ഡയറക്ഷൻ മാറ്റട്ടെ. ഏലി പുരോഹിതന റൂമിലേക്ക് നീ പോകല്ലേ. അവരല്ല വിളിച്ചത്, അതിനെ വിളിച്ചത് ദൈവമാണ്. ജീവനതാരക ശല്ലര കണ്ണുകളെ അടയ്ക്കാം. ഉല്ലടപത്തര വത്സലവന്തര വ്യക്തികലച്ചല ഭക്ഷവലത്തര പാരുകലത്തര ധീരാതാല വൈഷാമാന ധൂടാമാന വൈഡലത്ത ഹർത്തലച്ച വൈക്ഷയാതി ഭക്വലന്ത രാധഭക്ഷ ദേവിലായ വൈഡമാന റബലഗജലഘടകമന അംതുരാധികാജലായ വേരി വിരകടന അംബിന്റെ പ്രമാണകസ്യ ചൂടാദലബലബലബ ശംധനഖദലബല അർത്ഥവേദികാദ ഭക്ഷലാദിമാന വേരഭക്ഷലാദ വൈഡമാനകസ്യ. ആമേ പ്രസംഗ വിഷയത്തിലെ അല്ലെങ്കിലും ദൈവതരാത്മാവിനിക്ക് ആമേ ഒരു ശബ്ദം കേൾപ്പിക്കുന്നത്, ആമേ അത് അപ്പർ റൂം പ്രയർ ആമേ വാരിയസിനോട് പറയുവാൻ ആമേ പരിശുദ്ധാത്മാവിനിക്ക് ഒരു ആലോചന കൈമാറുകയാണ്. സ്തോത്രം. കേൾക്കണമേ, യേഹുവിനെ അഭിഷേകം ചെയ്യുവാൻ ഈ എലീഷ കടന്നു വരുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു സംഭവം, ആ ഭ്രാന്തൻ നിന്നോട് എന്ത് പറഞ്ഞു? സ്തോത്രം. ഞാനത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 2 രാജാക്കന്മാർ 9 അപ്പർ റൂം പ്രയർ സെന്ററിലുള്ളവര് കേൾക്കുക.
സ്തോത്രം. കേൾത്താൽ മാത്രം പോരാ, ഇത് ഈ ആലോചന പറയുമ്പോൾ ആ പകർച്ച അവിടെ ഉണ്ടാകണം. സ്തോത്രം. നോക്കുക, 2 രാജാക്കന്മാർ 9:11. യേഹൂദന്റെ യജമാന്റെ ഭൃത്യന്മാരുടെ അടുക്കൽ പുറത്തു വന്നപ്പോൾ ഒരുത്തൻ അവനോട്, എന്താകുന്നു വിശേഷം? ആ ഭ്രാന്തൻ നിന്റെ അടുക്കൽ വന്നത് എന്തിന്? നോക്കുക, ആ വാക്ക് നോക്കുക, ആ ഭ്രാന്തൻ നിന്റെ അടുക്കൽ വന്നത് എന്തിന്? സ്തോത്രം. ഹല്ലേലൂയ. അടുത്തത് 9:20 നോക്കിക്കേ. അപ്പോൾ കാവൽക്കാരൻ അവനും അവരുടെ അടുക്കലോളം ചെന്നിട്ട് മടങ്ങി വരുന്നില്ല. ആ ഓടിക്കുന്നത് നിംഷിയുടെ മകൻ ആ യേഹൂ ഓടിക്കുന്നത് പോലെ ഇരിക്കുന്നു. ഭ്രാന്തനെ പോലെയല്ല അവൻ ഓടിച്ചു വരുന്നത്. അപ്പർ റൂമിൽ എത്ര പേരിരുന്ന് കേൾക്കുന്നു എനിക്ക് അറിയുന്നില്ല. നിങ്ങളെ പരിശുദ്ധാത്മാവ് തൊടുകയാ. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ആ എങ്ങനാണോ തൊടുന്നത് അതുപോലെ ഇരിക്കും അടുത്ത ശുശ്രൂഷ. സ്തോത്രം, സ്തോത്രം. ചൂടാതാരാ ബാല 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 രാജ നോക്കിക്കേ, 9:4. അങ്ങനെ പ്രവാചകനായ യൗവനക്കാരൻ ഗിലെയാദിൽ രാമോത്തിലേക്ക് പോയി. അവൻ അവിടെ എത്തിയപ്പോൾ പടനായകന്മാർ ഒരുമിച്ചിരിക്കുന്നത് കണ്ടു. നായക, എനിക്ക് നിന്നോട് കാര്യം അറിയിപ്പാനുണ്ട് എന്നാണ് പറഞ്ഞതിന്. നോക്കിക്കേ, ഒരു പ്രവാചകൻ ഒരു ഭ്രാന്തനെ പോലെ ആത്മാവിൽ ഭ്രാന്ത് പിടിച്ച ഇന്ന് അപ്പർ റൂമിനകത്ത് നിങ്ങൾ റൂമിലിരിക്കുവാണോ വീട്ടിലിരിക്കുകയാണോ ഒന്നും എനിക്കറിയത്തില്ല. പരിശുദ്ധാത്മാ പറയും, നിങ്ങൾ എത്ര പേര് കേൾക്കുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നില്ല. എന്നാൽ ദൈവതരാത്മാ പറയുന്നു, ഒരു അഭിഷിക്തൻ ഭ്രാന്തനെ പോലെ യേഹൂവിന്റെ മേൽ കടന്നു വന്നൊരു ഭ്രാന്തനെ പോലെ ഒരാത്മാവിൽ ഭ്രാന്ത് പിടിച്ച ആമേ ആത്മമണ്ഡലങ്ങളിൽ ഒരു എല്ലാരും സ്വോത്രം. ആമേൻ. ആർക്കെങ്കിലും ഒക്കെ വീഡിയോയിൽ വരാൻ പറ്റുമെങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നില്ല കേട്ടോ. സ്വോത്രം. അല്ലെ, പല നിങ്ങളുടെ സാഹചര്യങ്ങൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. സ്വോത്രം. ആമേൻ. എന്നാൽ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? ആമേൻ. നിന്റെ അടുക്കൽ നിന്നൊരു ആത്മശക്തി, ഒരു ഭ്രാന്ത് പോലെ. എനിക്കറിയാം ചിലർ, ആമേൻ, എനിക്കറിയാം, ആമേൻ, സ്വോത്രം, അന്തരീക്ഷം മാറുന്നത് ഞാൻ കാണുന്നുണ്ട്. ആമേൻ. യേഹൂവിന്റെ കൂടാരത്തിനകത്ത് ഒരുവൻ ഭ്രാന്ത് പിടിച്ചു വരികയാ, ഒരു അഭിഷിക്തൻ ഭ്രാന്ത് പിടിച്ചു വരികയാ. എന്തിനറിയാമോ? യേഹൂ ഒരു മണ്ടൂസിനെ പോലെ പോയി യുദ്ധം ചെയ്യാനല്ല, അവനൊരു ഭ്രാന്തനെ പോലെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവൻ ഓടിക്കുന്ന ഒരു ഭ്രാന്തനെ പോലെയാ. ഈ ദിവസങ്ങളിൽ അവൻ ഭ്രാന്ത് പിടിച്ച പോലെ ആത്മാമണ്ഡലങ്ങളിൽ അവൻ കേട്ട്, യെസ്, ബുദ്ധി കൊണ്ടല്ല, ആത്മാവിൽ ഭ്രാന്ത് പിടിച്ച ഓട്ടമുണ്ട് കേട്ടോ. ആമൻ. അപ്പുറവും പറയുന്നുണ്ട്, ശക്തമായി പറയുക, അതല്ല ബുദ്ധിയൊക്കെ അങ്ങ് ആമിസ്തോത്രം മാറി ആത്മാവിൽ ഭ്രാന്ത് പിടിച്ച് പ്രവചിക്കുന്ന പോലെ ആത്മാവിൽ ഭ്രാന്ത് പിടിച്ച്. എത്ര പേർക്ക് താല്പര്യമുണ്ട്? നമ്മൾ പഠിച്ചു വന്നത് ഞാൻ ഇതാ എന്നാണെങ്കിലും എത്ര പേർക്ക് താല്പര്യമുണ്ട്? ഈ ഭ്രാന്തന്മാര് എന്നാ ചെയ്യുന്നത് നമുക്കെല്ലാം പറയാൻ പറ്റുമോ? പ്രണത ആന്റി, നമുക്ക് പറയാൻ പറ്റുമോ ഭ്രാന്തൻ എന്താ ചെയ്യാൻ പോകുന്നത്? അറിയാമോ? നമ്മുടെ കയ്യിലല്ല. യെസ്, ചില ശുശ്രൂഷകളൊക്കെ ഭ്രാന്ത് പിടിച്ചതുപോലെ എന്ന് പറഞ്ഞ നമ്മുടെ കൺട്രോളിലല്ലെന്ന്, നമ്മുടെ ബുദ്ധിയിലല്ലെന്ന്. കേരള മണ്ണിലത് ആരംഭിക്കട്ടെ. ആമിസ്തോത്രം. UK മണ്ണിലത് ആരംഭിക്കട്ടെ. ഞാനും അത് ആഗ്രഹിക്കുക. എന്റെ അടുക്കൽ ആത്മശക്തി ഒരു ഭ്രാന്ത് പോലെ വരട്ടെ. ഞാൻ ദിവസങ്ങൾ വളരെ കരഞ്ഞുകൊണ്ടിരിക്കുക. ആമീസ്തോത്രം. കഴിഞ്ഞ നാട്ടിലായിരുന്ന സമയത്ത് സ്തോത്രം ഇവിടെ അത് സംഭവിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. രാത്രിയുടെ യാമത്തില് എന്നോട് ചോദിക്കാനുണ്ട്, എവിടെ പോവുക? സ്തോത്രം. ഒറ്റ വിളിയാ. ആമശരോടൊത്ത് വിളിക്കും, പാസ്റ്റർ ഇപ്പൊ വരാം, രാത്രി 1 മണിയാ, വണ്ടി എടുത്തോണ്ട് പോവുക. ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ പോകുക അസാധ്യമാ. പക്ഷെ ഒരു ഭ്രാന്തനെ പോലെ ദൈവത്തിന് വചനമായി പോയിട്ടുണ്ട്. ഒരു ഭ്രാന്തനെ പോലെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് ഓർക്കുന്നു, ഒരു 20 minutes ഫാസ്റ്റിംഗ് കൊട്ടാരക്കര നടക്കുക. പല ദൈവദാസന്മാർ വരുന്നു, ശുശ്രൂഷിക്കുന്നു, കടന്നു പോകുന്നു. ഒരു ദിവസം പല ദിവസങ്ങളായി അവിടെ ഒരു കുടുംബം കടന്നു വരികയാ. ഒരു ദിവസം ശുശ്രൂഷ എല്ലാം കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഒരമ്മ അമ്മയും കുഞ്ഞും അടുത്ത് വന്നു. സ്വോത്രം. അത് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. ഇതാ വിഷയം. എന്റെ കുഞ്ഞിന്റെ എന്റെ കുഞ്ഞിന് ജനിച്ച് ഇത്ര നാൾ കഴിഞ്ഞപ്പം ഈ കണ്ണിന് ചലനമില്ല, ഒരു കണ്ണിന് ചലനമില്ല. എന്റെ അടുത്ത് ചർച്ചിലെ മൂപ്പന്മാരൊക്കെ നിൽപ്പുണ്ട്, എൽഡേഴ്സൊക്കെ നിൽപ്പുണ്ട്. പക്ഷെ പ്രാർത്ഥിക്കണോ, വല്ല നടക്കുമോ? സ്തോത്രം. ഒന്നും ഇതുവരെ അങ്ങനെ നടന്ന് കണ്ടിട്ടില്ലല്ലോ. സ്തോത്രം.
21 ഡേയ്സിൽ ഇരിക്കുക കേട്ടോ, 21 ഇരിക്കുക. സ്തോത്രം. അതിന് മുൻപുള്ള ദിവസങ്ങളിൽ ചില ദൈവ ശബ്ദം ഉണ്ടായിരുന്നു. നീ രോഗികളുടെ മേൽ കൈവയ്ക്കും, അവർ സൗഖ്യമാകും. സ്തോത്രം. അന്ന് ആലോചന ഭ്രാന്തനെ പോലെ ഏറ്റെടുത്തു. കുഞ്ഞിനെ മാറ്റി അമ്മ വഹിക്കുമ്പോൾ സ്തോത്രം ആ സ്പിരിച്വൽ മണ്ഡലത്തില് എന്റെ ബുദ്ധിയൊക്കെ അങ്ങ് മാറി. സ്തോത്രം. ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ. എനിക്കറിയത്തില്ല കുഞ്ഞ് സൗഖ്യമാകില്ലോ എനിക്കറിയാം, പക്ഷെ ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശക്തമായി പ്രാർത്ഥിപ്പിച്ചു. പ്രാർത്ഥന കഴിഞ്ഞപ്പോ കൊച്ചിന്റെ കണ്ണ് കണ്ടു. സ്തോത്രം. സഭയുടെ ചരിത്രം മാറി. അവിടുത്തെ ചർച്ച ഏറ്റെടുക്കുക. എന്റെ പിതാവ് സ്റ്റാർട്ട് ചെയ്ത സഭയാണ്. സ്തോത്രം. എന്റെ പിതാവിന്റെ സഹോദരനും സ്റ്റാർട്ട് ചെയ്ത സഭയാണ്. സ്തോത്രം. അവരെല്ലാം ശുശ്രൂഷയില്ല. അത് കഴിഞ്ഞിട്ട് പപ്പ അമേരിക്കയിലേക്ക് കടന്നു വന്നിട്ട് ഈ സഭ ഏറ്റെടുക്കുക. 7 പേരുണ്ടായിരുന്നു. സ്തോത്രം. ഇതോടുകൂടെ ആ സഭയുടെ ചരിത്രം മാറി. 7 എന്നൊരു ഒറ്റ പുതിപ്പ് 30 ഒറ്റ ദിവസം കൊണ്ട്. ഇത് പറയുമ്പോൾ സ്തോത്രം സ്തോത്രം. എനിക്ക് കാണാവുന്നതും കാണാൻ പറ്റാത്തതുമായ എല്ലാ ഡിവൈസിനെ നോക്കി പറയുന്നു. സ്തോത്രം. നിന്റെ മേൽ ദൈവത്തിന്റെ ആലോചന ഭ്രാന്ത് പോലെ വരുമ്പോൾ നീ ഒരു ഭ്രാന്തനെ പോലെ ഏറ്റെടുക്കണം. ആരാധിക്കാൻ പറയുമ്പോൾ ബുദ്ധി കൊണ്ട് ആരാധിക്കരുത്. പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കരുത്. ഉല്ലതഘടകതല ആരെങ്കിലും ഒരു പ്രാർത്ഥനാ വിഷയം പറയുമ്പോൾ സംശയിച്ച് പ്രാർത്ഥിക്കരുത്. യേഹു അവിടെ പറയുന്നത് ഭ്രാന്തനെ പോലെയല്ലോ. പിന്നെ പരിശുദ്ധാത്മ പറയുകയാണ്, ആ പകർച്ച കാണുകയാണ്. ഞാൻ ഓർക്കുന്നു സ്തോത്രം 2003 സ്തോത്രം. ഞാൻ ഓർക്കും 2003 സ്തോത്രം. ഹല്ലേലൂയ. സഭാ ശുശ്രൂഷയിലായിരിക്കുന്ന സമയത്ത് കുറച്ച് ചെറുപ്പക്കാർ കുഞ്ഞുങ്ങളെ എന്റെ അടുക്ക കടന്നു വന്ന്, പാസ്റ്ററെ ഒരു പരസ്യയോഗത്തിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പാസ്റ്റർ ഞങ്ങളുടെ കൂടെ വരാമോ? ഞാൻ പറഞ്ഞു, എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ ഇതുവരെ പരസ്യയോഗം ചെയ്തിട്ടില്ല. അടൂര് മുതൽ ട്രിവാൻഡ്രം വരെ ആ പരസ്യയോഗം. എഞ്ചിനീയറിംഗ് കോളേജിലെ കുഞ്ഞുങ്ങളെ ഞാൻ പറഞ്ഞ, കുഞ്ഞുങ്ങളെ ഞാൻ പരസ്യയോഗം ചെയ്തിട്ടില്ല, പോയി നിന്നിട്ടേ ഉള്ളൂ. പറഞ്ഞു, പാസ്റ്ററെ അടൂരും കൊട്ടാരക്കര വരെ നമുക്ക് പാസ്റ്റർമാരുണ്ട്, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളാ ചെയ്യേണ്ടത്. എനിക്കറിയാവുന്ന കുറെ നല്ല ദൈവാസന്മാരായിരുന്നു അടൂരും മണക്കാല ഭാഗത്തൊക്കെ ദൈവത്തിന്റെ വചനം സംസാരിച്ചത്. കൊട്ടാരക്കര കഴിഞ്ഞതും അതുവരെ ഞാൻ ഈ ട്രാക്റ്റ് ഒക്കെ കൊടുത്താ നിന്നത്. സ്വതന്ത്രം. കൊട്ടാരക്കര കഴിഞ്ഞ പറഞ്ഞു ഇനി പാസ്റ്റർ വേണം സംസാരിക്കാൻ. അപ്പൊ ഞാൻ ദൈവാസന്മാർ പറഞ്ഞ എല്ലായിടത്തും ഏകദേശം ഒരു പോയിന്റ് ഒക്കെ തന്നെയാ പറയുന്നത്. അതെല്ലാം എഴുതി കുറിച്ച് വെച്ചതെല്ലാം മനഃപ്പാഠമാക്കി കൊട്ടാരക്കര കഴിഞ്ഞ് ഇങ്ങനെ പിന്നെ നമ്മളെ വചനം സംസാരിക്കും. കുഞ്ഞുങ്ങൾ പാട്ടൊക്കെ പാടിക്കോളും. സ്തോത്രം. എഞ്ചിനീയറിംഗ് കോളേജിലെ നല്ല കുഞ്ഞുങ്ങൾ അവരൊക്കെ പാട്ടൊക്കെ പാടിക്കോളും. സ്തോത്രം 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 സ്തോത്രം. ഞങ്ങളിങ്ങനെ യാത്ര ചെയ്യുക. ആയൂർ കഴിയുന്നു, കിളിമാനൂർ ഞങ്ങളെ ഉൾപ്രദേശങ്ങളിലൊക്കെ പോകുന്നുണ്ട്. കിളിമാനൂർ കഴിഞ്ഞപ്പോഴും കൂട്ടത്തിൽ ഒരു കുഞ്ഞു പറഞ്ഞു, പാസ്റ്ററെ ഇനിയുള്ള മീറ്റിങ്ങില് വലിയ സംഭവം, വലിയ അനുഗ്രഹം ആകാൻ പോവാ. അവർ എന്റെ മോനെ സ്വതന്ത്രം ഇടാമ, ഞാൻ മാത്രമേ ഉള്ളൂ അവിടെ വചനം സംസാരിക്കാൻ. സ്വതന്ത്രം ഒന്നും പാഷ പേടിക്കണ്ട, എന്തൊക്കെയോ അത്ഭുതങ്ങൾ നടക്കാൻ പോകുക. സ്വതന്ത്രം. അവനൊരു ഭ്രാന്തനെ പോലെ പറഞ്ഞത്. അവനൊരു ഒരു പാഷയുടെ മോനാ, ജസ്റ്റ് ഒരു പാഷയുടെ മോനാ. സ്തോത്രം. ഹല്ലേലൂയ. പെട്ടെന്ന് കുഞ്ഞു പറഞ്ഞു, നമുക്കെല്ലാം മുട്ടുകളെ മടക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ആ വാഹനത്തിൽ മുട്ടുമടക്കി. സ്തോത്രം. ആ കുഞ്ഞൊരു പാഷമല്ല, ഒന്നുമല്ല. എന്റെ തല കൈവച്ച് പറഞ്ഞു, പാഷയെ ഇനിയുള്ള മീറ്റിംഗിൽ അത്ഭുതങ്ങൾ നടക്കാൻ പോകാന്ന് പറഞ്ഞു. സ്തോത്രം. പ്രിയപ്പെട്ടവർ, എന്റെ തല അങ്ങ് പെരുത്തു. പ്രിയപ്പെട്ടവർ, എന്റെ തല അങ്ങ് പെരുത്തുപോയി ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോ. പിന്നെ ഞാനല്ല വാഹനത്തെ യാത്ര ചെയ്യുന്നത്. നിങ്ങൾക്കറിയാമോ, കർത്താവിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. പിന്നെ ഞങ്ങൾ ഉൾപ്രദേശങ്ങൾ താണ്ടിയാ പോയത്. നിങ്ങൾക്കറിയാമോ, സ്തോത്രം. ആ യാത്ര അവസാനിച്ചപ്പോൾ ഞങ്ങളത് എണ്ണി നോക്കി. സ്തോത്രം. 100-ൽ പരം മദ്യപാനികളാണ് രക്ഷിക്കപ്പെട്ടത്. അവരെല്ലാം ഞങ്ങൾ അടുത്തുള്ള ചർച്ചകളിലേക്ക് ഞങ്ങൾ ബന്ധപ്പെടുത്തി. സ്തോത്രം. റോഡിന്റെ നടുവിൽ സ്തോത്രം പബ്ലിക്ലി ക്രിപ്പിൾഡ് ഉള്ളവരെ യേശു സൗഖ്യമാക്കി. സ്തോത്രം. ഇതൊക്കെ ഓർക്കുമ്പോൾ ഞാൻ ഇന്ന് കരയുകയാണ്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാ പറയുന്നു, ഒരു ആദ്യ നൂറ്റാണ്ട് ആരംഭിക്കണമോ? സ്തോത്രം. നീ ഒരു ആത്മാവിൽ ഭ്രാന്ത് പിടിക്കണം. സ്തോത്രം. ദൈവം പറയുന്നിടത്ത് പോയി നിൽക്കണം. സ്തോത്രം. ദൈവം പറയുന്നത് ദൈവം കൽപ്പിച്ചാക്കുന്നത് പറയണം.
കുറവുകൾ നോക്കിയാൽ ഈ ലോകത്ത് കുറവുകളേ ഉള്ളൂ. ആമിസ്തോത്ര കുറവുകൾ നോക്കി നിന്ന് കഴിഞ്ഞാൽ നിനക്ക് ആത്മാവിൽ പ്രയോജനപ്പെടാൻ പറ്റത്തില്ല, ദൈവത്തിന് പ്രയോജനപ്പെടാൻ പറ്റുകയില്ല. ഇന്ന് പകൽക്കത്തിന്റെ അന്തരീക്ഷത്തെ പരിശുദ്ധാത്മാവ് മാറ്റുകയാണ്, ശുശ്രൂഷ രീതിയെ പരിശുദ്ധാത്മാവ് മാറ്റുകയാണ്. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. അടിയനിതാ സ്തോത്രം. യഹോവയുടെ ശബ്ദമില്ല, ദർശനമില്ല. ആമിസോ ദൈവദാസന്മാരുടെ മക്കളെല്ലാം വേറെ വഴികൾ കൂടി പോകുന്നു, സഭ വേറെ എതിർക്ക് പോകുന്നു. പക്ഷെ ഞാൻ ദൈവത്തിന്റെ കൂടെയാണ്, ഞാൻ ദൈവശബ്ദത്തിന്റെ പിന്നാലെയാണ്. കണ്ണുകളെ അടയ്ക്കാം. ഗോഡ് ബ്ലസ് യു. പാസ്റ്ററിന് ആശീർവാദം പറയട്ടെ. ഇനി പ്രത്യേകിച്ച് ഒരാളെ എന്തിനാ വിളിക്കുന്നത്? അപ്പർ റൂം ഉണ്ട്, മനോജ് പാസ്റ്റർ ബ്രദർ ഉണ്ട്. മനോജ് ബ്രദറെ ആശീർവാദം പറയാൻ പറ. എനിക്ക് എല്ലാരും ഞാൻ പ്രാർത്ഥിക്കാം. ആശീർവാദം പറയും. ഓ ശരി, ഓക്കെ. ക്രൂശിലൂടെ അതിവാസകരമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, വീണ്ടും ഒരിക്കൽ കൂടെ തിരുസന്നിധിയിലേക്ക് അടുത്തു വരുന്നു. കർത്താവ് ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങൾക്ക് കേൾപ്പിച്ച തിരുവചനത്തിന്റെ സത്യങ്ങൾക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവേശ്വരത്വം കേൾക്കുന്ന മാതാപിതാക്കൾക്ക് ഒരു അനുഗ്രഹമായി തലമുറ ജനിപ്പാൻ തക്കണ്ണ ഇടയായതിനാൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. തിരുവചനത്തിന്റെ ഏടുകളിൽ നിന്നും കർത്താവിന്റെ ദാസൻ പരിശുദ്ധാത്മാവിൽ അന്നയുടെ ഉദരത്തിൽ ജനിച്ച ദൈവ സാന്നിധ്യം അറിഞ്ഞ ദൈവകൃപ ഏറ്റെടുത്ത പ്രിയ ഹന്നെ ഇന്നും കർത്താവിന്റെ സന്നിധിയിൽ വിശ്വസ്തയായി മധ്യസ്ഥയായി ദൈവവചനം നശിച്ചുകൊണ്ടിരുന്ന ഏലി പുരോഹിതന്റെ തലമുറകൾ നശിച്ചു പോയപ്പോൾ പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിച്ച, ദൈവത്തിന്റെ കൃപ പ്രാപിച്ച ശമൂവേലിനെ ഉദരത്തിൽ വഹിക്കുവാൻ തന്ന വലിയ നിയോഗത്തിനായി സ്തോത്രം. 2025 കർത്താവെ ഞങ്ങളെ അവിടുന്ന് നിർത്തിയിരിക്കുക സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അബ്രഹാമിന്റെയും സാറയുടെയും ജീവിതത്തിൽ യാഗം കഴിക്കുന്ന മാതാപിതാക്കളെ കണ്ട് കർത്താവിനെ മാത്രം പിന്തുടരുന്ന തലമുറകൾക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അപ്പാ തീയുണ്ട്, വിറകുണ്ട്, യാഗവസ്തു എവിടെയെന്നുള്ള ചോദ്യം പിതാവിനോട് ചോദിച്ച് യാഗവസ്തു ഉറപ്പിക്കാൻ തക്കവണ്ണം പിതാവിനെ പ്രചോദനമായി, ആത്മീയ ശുശ്രൂഷകൾക്ക് പ്രചോദനമായി അബ്രഹാമിന്റെയും സാറയുടെയും വാഗ്ദത്ത സന്തതിക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. തിരുവചനത്തിന്റെ ഏടുകളിൽ നിന്നും നിർമ്മലമായ സുവിശേഷം ഞങ്ങളോട് സംസാരിച്ച പ്രിയാഭിഷിക്തനെ ഞങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പുതിയ ദർശനത്താലും പുതിയ വെളിപ്പാടുകളാലും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശാരീരികമായിരിക്കുന്ന ബലപ്പെടുത്തണമേ, ശാരീരികമായി ബലം കൽപ്പിക്കണമേ. ജോലി മേഖലയിൽ കർത്താവെ സ്ഥിരമായി ഉറപ്പിക്കുവാൻ തക്കൊണ്ട് അങ്ങ് സഹായിക്കണമേ. ഈ ദിവസങ്ങളിൽ അതിനുവേണ്ടി വേറിട്ടിരുന്ന് പ്രാർത്ഥിച്ച് ദൈവകൃപ പ്രാപിച്ച് അനുഗ്രഹപ്പെട്ട ശുശ്രൂഷയോടൊപ്പം ഭൗതികമായ നന്മ ഉൾപ്പെടുത്തി കർത്താവിന് വേണ്ടി വേല ചെയ്യുന്നിടത്ത് ശക്തമായി ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും മാതാവിന്റെയും കണ്ണീരിനെ മറികടക്കാത്ത ദൈവം തലമുറയിലൂടെ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ ഈ 2025 4-ാം മാസം ഉപയോഗിക്കുന്ന വിധങ്ങൾക്കായ സ്തോത്രം. കടന്നു വന്ന ബന്ധപ്പാടുകളും പ്രയാസങ്ങളും ഒന്നും അറിയുന്നല്ലോ. കണ്ണീരിന്റെ ഫലം ആർപ്പോടെ തലമുറകൾ കൊയ്തെടുക്കുവാൻ തക്കവണ്ണം കറ്റ കെട്ടി ആർപ്പോടെ സന്തോഷത്തോടെ യോർദാൻ നിറഞ്ഞു കവിയുമ്പോൾ നശിക്കപ്പെടാതെ കറ്റ ചുമന്നാർത്ത് ഉല്ലസിച്ചു വരുവാൻ തക്കവണ്ണം നിത്യയുടെ തുറമുഖത്തെത്തുവാൻ തക്കവണ്ണം അങ്ങ് സഹായിക്കണമേ. ചില യോർദാനുകളെ വിഭജിക്കുവാൻ തക്കവണ്ണം കർത്താവിന്റെ ദാസന് അധികാരം കൊടുത്തിരിക്കുക സ്തോത്രം. ശാരീരികമായിരിക്കുന്ന സകല ബലഹീനതകളിലും ദൈവത്തിന്റെ കൃപ നിറഞ്ഞു വരുവാൻ തക്കവണ്ണം അങ്ങ് സഹായിക്കണമേ. വീണ്ടും വചനധ്യാനത്തിലും പ്രാർത്ഥനയിലും ഉറ്റിരിപ്പാൻ തക്കവണ്ണം ഒരു ഫിലിപ്പോസിനെ ഉപയോഗിച്ചതുപോലെ കർത്താവിന്റെ ദാസനെ ഉപയോഗിക്കണമേ. കാതങ്ങൾ കടന്നു ഓടുവാൻ തക്കണം. മരുഭൂമിയുടെ മണ്ണിൽ തനിയെ പാർക്കുമ്പോൾ കർത്താവ് വലിയ അത്ഭുതങ്ങൾ ചെയ്യണമേ. അഗബോസ് ലോകത്തോട് പ്രവചിച്ചതുപോലെ ചില പ്രവചന ശബ്ദങ്ങളെല്ലാം വ്യക്തിപരമായി പ്രവചിപ്പാൻ തക്കവണ്ണം കർത്താവിന്റെ പ്രവചനത്തിന്റെ ആത്മാവ്, രോഗസൗഖ്യത്തിന്റെ ആത്മാവ്, വെളിപ്പാടിന്റെ ആത്മാവ്, സ്തോത്ര ഒരു കൂട്ട ഇടയ ശുശ്രൂഷയുടെ ആത്മാവ് പ്രിയദാസങ്ങൾ കൊടുത്തു പെരുമാറാകണമേ. അത്ഭുതം ചെയ്യണമേ. പ്രിയഗ്രേസ്യാനിക്കായ സ്തോത്രം. കണ്ണീരോടുകൂടിയുള്ള പ്രാർത്ഥന വലിയ അത്ഭുതത്തിന്റെ സാക്ഷ്യം കൂറുവാൻ തക്കവണ്ണം അങ്ങ് ഇടയാക്കണമേ. ആ ദേശത്തെ കർത്താവെ കൂടാരമടിച്ച് പാർത്ത് ദൈവം വിശ്വസ്തതയെ ആചരിപ്പാൻ ഈ ദിവസങ്ങളിൽ വിസയുടെ കാര്യത്തിന്മേൽ വലിയൊരു അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്മകൾ നഷ്ടപ്പെടാതെ ശുശ്രൂഷയ്ക്ക് ചുമൽ കൊടുപ്പാൻ അങ്ങ് സഹായിക്കണമേ. പ്രിയ ബിന്ദുവാനിക്കായ സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളെല്ലാം കർത്താവ് വലിയ അത്ഭുതങ്ങൾ ചെയ്യണമേ. പ്രാർത്ഥനയിൽ ശക്തിയോടെ, ബലത്തോടെ, തേജസ്സോടെ അപ്പന്റെ മുഖത്തേക്ക് മാത്രം നോക്കി തലമുറകളുടെ ജീവിതത്തിൽ നന്മകൾ കാണുവാൻ തക്കൊണ്ട് അങ്ങ് സഹായിക്കണമേ. ഏകാഗിയായി ഇരിപ്പാൻ
ദൈവം അത്ഭുതം ചെയ്യുന്ന ദൈവത്തിന്റെ ദർശനം കേൾപ്പാൻ, ദൈവത്തിന്റെ ശബ്ദം കേൾപ്പാൻ ഈ ദിവസങ്ങളിൽ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണയസ്നായ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കണമേ. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ ദൈവം ഈ ദിവസങ്ങളെല്ലാം വാഗ്ദത്തം നിറവേറ്റുന്നതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അത് പ്രാപിപ്പാൻ തക്കവണ്ണം കൂടാരത്തിന്റെ കയ്യെത്തും പിടിയിൽ വാഗ്ദത്തം നിൽക്കുമ്പോൾ കർത്താവ് അതേ ചാടിപ്പിടിക്കുവാൻ തക്കവണ്ണം അങ്ങ് സഹായിക്കണം. അതിനായി സ്റ്റെപ്പുകൾ മുൻപോട്ട് വെക്കാൻ പ്രിയദാസിയെയും കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിശ്ചയമാത്തുനായ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ചില പ്രതിസന്ധികളുടെ നടുവിൽ കർത്താവ് ധരിക്കുന്ന അഭിഷേകം ജ്വലിപ്പിക്കാൻ തക്കവണ്ണം അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മഞ്ജുഷിക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും കയ്യിൽ വരുന്ന നന്മകളെല്ലാം നഷ്ടപ്പെട്ടു പോയി. ഒരു ട്രെയിൻ ഇരുട്ടറയിലൂടെ കടന്ന് പ്രകാശത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരു വെളിച്ചം കാണുന്ന പോലെ ചില നന്മകളെല്ലാം കയ്യിൽ എത്തിപ്പിടിക്കുവാൻ ശ്രമിക്കുമ്പോഴും കർത്താവിനെ വിട്ട് പോകാതെ വണ്ണം വീണ്ടും ഉടമ്പടിയിലൂടെ കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യണമേ. നന്മകളാൽ നിറയ്ക്കണമേ. വേദനകളിൽ പ്രയാസങ്ങളിൽ കർത്താവ് സഹായിക്കണമേ. കർമ്മൽപ്രയനായ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. തീ കത്തിക്കുന്ന ശുശ്രൂഷ ദൈവം ചെയ്തെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒറ്റയ്ക്ക് പർവ്വതത്തിൽ പെട്ടകം ഉറപ്പിച്ചതുപോലെ അനേക പെട്ടകങ്ങളെ ഉറപ്പിക്കുവാൻ തക്കവണ്ണം അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സുശീലാന്റിക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വാഗ്ദത്തം ചെയ്തുപോലെ തലമുറകളെ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ ഉത്തരവാദിത്തപ്പെടുത്തി അങ്ങ് നിലനിർത്തിയിരിക്കുന്ന ആരെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വിശ്വസത്തെ ആചരിപ്പാൻ അങ്ങ് സഹായിക്കണമേ. പെണ്ണമാന്റിക്കായ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കണമേ. ഈ ദിവസങ്ങളിൽ പ്രയാസപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന മേഖലകളിൽ ശാരീരികമായ ബലം കൽപ്പിച്ച് ചില നന്മകൾ കരുത്തിൽ തരുവാൻ ശക്തനായ ദൈവമെന്ന് പരിശുദ്ധാത്മാവിൽ ഓർമ്മിപ്പിക്കുന്നു. ജനിക്കായ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അത്ഭുതം ചെയ്യണമേ. കർത്താവിൽ വിശ്വസ്തയെ ആചരിപ്പാൻ വീണ്ടും ഉത്സാഹത്തോടെ ശക്തിയോടെ നിൽപ്പാൻ പരിശുദ്ധാത്മാവ് ബുദ്ധിയെ ഉപദേശിക്കുന്നു. സാറാമാനിക്കായ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കണമേ, നിലനിർത്തണമേ. അന്തരീക്ഷത്തിൽ നടക്കുന്ന സകല അസ്വസ്ഥതകളെയും അലർജിയുടെ സകല പ്രശ്നങ്ങളെയും അങ്ങ് ദൂരീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജെഫിനായ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളെല്ലാം വലിയ കാര്യങ്ങൾ വീട്ടിന്റെ ഉള്ളറയിൽ ചെയ്തെടുക്കുവാനുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാന്റെ ജ്ഞാനം പ്രാപിപ്പാൻ തക്കോണം, ശക്തിയോടെ നന്മകളാൽ നിറപ്പാൻ തക്കോണം, സമൂഹം ഉറ്റുനോക്കുമാർ ചില ദൈവിക പ്രവൃത്തികൾ ജീവിതത്തിൽ നടപ്പാൻ ഏൽപ്പിച്ചു കൊടുക്കണമേ. സ്തോത്രം. അവിടെ ദൂതനിറങ്ങേണ്ട സ്ഥലത്ത് ദൂതനിറങ്ങി താനായി തന്നെ ഇറങ്ങേണ്ടത് ചില ചെയ്തെടുക്കുവാൻ തക്കൊണ്ട് അങ്ങ് സഹായിക്കണം. ശരീരനായിട്ട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താന്റെ ദാസിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മോളി സമൂഹനായിട്ട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കൊടുത്തിരിക്കുന്ന ദൈവിക കൃപകൾ വീണ്ടും ജ്വലിപ്പിക്കുവാൻ തക്കവണ്ണം അങ്ങ് സഹായിക്കണം. ചില ദ്രഹ്മകൾ കണ്ടെത്തുവാൻ തക്കവണ്ണം അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. വ്യാപാരം ചെയ്ത് കർത്താവ് ഏൽപ്പിച്ചിരുന്ന ശുശ്രൂഷ നിത്യജീവന്റെ അവകാശികളായി തീർപ്പാൻ തക്കവണ്ണം സ്വർഗം വലിയ അത്ഭുതങ്ങളും ഉത്തരവാദിത്തങ്ങളും ചെയ്തെടുക്കുവാൻ തക്കണം. വീണ്ടും ശക്തനായ ദൈവം കൂടെ ഉണ്ടെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തെളിവനായിരിക്കുന്ന അങ്ങയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗം അത്ഭുതം ചെയ്യണം. വീണ്ടും കണ്ടുമുട്ടുമ്പോൾ യേശു കർത്താവിന്റെ സാന്നിധ്യം കൃപ കൂടെ ഇരുന്ന് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലൈനിലായിരിക്കുന്ന എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന വെച്ചിട്ടുള്ള എല്ലാവർക്കായ സ്തോത്രം, ഞങ്ങളുടെ തലമുറകൾക്കായ സ്തോത്രം. അങ്ങയുടെ ശബ്ദവും ദർശനവും കേട്ട് യാഗവസ്തുവിന്മേൽ തീയിറങ്ങുന്ന ദൈവിക ശുശ്രൂഷ ചെയ്യുവാൻ അങ്ങ് സഹായിക്കണം. ഒരുപോലെ അനുഗ്രഹിക്കണം. ഇതിനെ വർദ്ധിപ്പിക്കണം, ഇതിനെ വർദ്ധിപ്പിക്കണം, ഇതിനെ വർദ്ധിപ്പിക്കണം. അനേകം വന്ന് ഓടിക്കൂടി കർത്താവിനെ ആരാധിപ്പാൻ തക്കൊണ്ട് അങ്ങ് സഹായിക്കണം. ബാലിന്റെ പ്രവാചകന്മാരെ മുട്ടുമടക്കുവാൻ ശക്തനായ ഏലിയാവിനെ ഉപയോഗിച്ചതുപോലെ അനേക ഏലിയാവന്മാരെ ഉപയോഗിപ്പാൻ തക്കൊണ്ട് അങ്ങ് സഹായിക്കണം എന്ന് പ്രാർത്ഥിച്ചു. ഏലിശ ഇറക്കുന്ന ദൈവത്തിന്റെ ശുശ്രൂഷ, ശിഷ്യഗണങ്ങളെ വാർത്തെടുക്കുന്ന ശുശ്രൂഷ ഈ സൂമിലൂടെ ചെയ്തെടുക്കുവാൻ തക്കൊണ്ട് അങ്ങ് സഹായിക്കണം. വേഗത്തിലോടുന്ന വചനം നാടിന്റെ വിവിധ ഭാഗങ്ങൾ കർത്താവിന്റെ വേലയിൽ ഉറപ്പിക്കുവാൻ തക്ക ശക്തന്മാരായ ശുശ്രൂഷകൾ അന്ത്യകാലത്തിന്റെ അന്ത്യനാളുകളിൽ ഉണർവിനായി അനേക ശക്തന്മാരെ എഴുന്നേൽപ്പിക്കുന്ന, പ്രവാചകന്മാരെ എഴുന്നേൽപ്പിക്കുന്ന, രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുവാനുള്ള ശുശ്രൂഷ, ന്യായ പരിപാലനം ചെയ്യുന്ന ദൈവിക ശുശ്രൂഷകളെല്ലാം ചെയ്തെടുക്കുവാൻ അങ്ങ് സഹായിക്കണം. സ്വർഗ്ഗം അത്ഭുതം ചെയ്യണം. ഒരുമിച്ച് കാണുമ്പോഴേയും മാനുവലിന്റെ ചിറകടിയിൽ മറച്ചുകൊള്ളുമാറാണ്. സ്വർഗ്ഗം അത്ഭുതം ചെയ്യണമേ. അടുത്തൊരു പ്രഭാതം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകുന്നെങ്കിൽ കർത്താവിന്റെ സാന്നിധ്യം, കർത്താവിന്റെ കൃപ, കർത്താവിന്റെ ദർശനം, കർത്താവിന്റെ വെളിപ്പാട് ഞങ്ങൾ പ്രാപിച്ച് ഓടുവാൻ തക്കവണ്ണം ഞങ്ങളുടെ കാലുകളെ, ആത്മീയ അന്തരീക്ഷങ്ങളെ ഞങ്ങൾക്ക് സ്തോത്രം അനുകൂലമാക്കി തീർക്കണമേ. അത്ഭുതം ചെയ്യണമേ. യേശു ക്രിസ്തുവിന്റെ തന്നെയുള്ള നാമത്തിൽ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥനകൾ കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം, 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 സ്തോത്രം. പിതാവാം ദൈവത്തിന്റെ സ്നേഹപുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ ആശ്വാസങ്ങളും എല്ലായ്പ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവായ യേശു മുഖാന്തരം ജയം നൽകി കർത്താവിനെ സ്തുതിക്കുന്നു. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരയണമേ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു. സ്തോത്രം. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കേൾക്കണേ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ആത്മാവിനെ കാണിച്ചത് ഒരു വേൾഡ് ലീഡർ ആണോ എന്ന് എനിക്കറിയത്തില്ല, നമ്മുടെ ഇന്ത്യയിലാണോ എന്ന് എനിക്കറിയത്തില്ല. ഒന്നെങ്കിൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ വേൾഡില് ഒരു പൊളിറ്റിക്കൽ ലീഡർ അസാസിനേറ്റ് ചെയ്യപ്പെടുന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടേ മരിക്കത്തുള്ളൂ. പക്ഷെ അത് വലിയൊരു കലാപത്തിലേക്കും
അതൊരു വലിയൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ട് മാറുന്നത് പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്നു. എന്നോട് കർത്താവ് പറയുന്നത്, എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നത്, ആർക്കും അതിനെ തടയാൻ പറ്റുകയില്ല, അത് സംഭവിക്കേണ്ടതാകുന്നു. സ്തോത്രം. ഒന്ന് മാറിയിട്ട് എന്നെ കർത്താവ് കാണിക്കുന്നത്, ഈ ഈ ഈ വധിക്കപ്പെടുന്ന ആള് വധിക്കപ്പെട്ട് കഴിഞ്ഞ് മരണപ്പെട്ട് കഴിഞ്ഞ് അതിലും ക്രൂരനായ ഒരാൾ എഴുന്നേറ്റ് വരുന്നതാണ് പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്നത്. നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചേ പറ്റത്തുള്ളൂ. അതിനേക്കാൾ ശക്തനായ, അതിനേക്കാൾ പവർഫുൾ ആയിട്ടുള്ള ഒരാള് എഴുന്നേറ്റ് വരുന്നതാണ് എന്നെ കാണിക്കുന്നത്. ശക്തമായി പ്രാർത്ഥിക്കാം. ദൈവമക്കൾ പാർക്കുന്ന ഇടങ്ങളിലൊന്നും ഒരു ദോഷം ഉണ്ടാകാതെ ഇരിക്കേണ്ടതിന് ദൈവമക്കൾ വിശേഷാൽ പ്രാർത്ഥിക്കുക. താങ്ക് യു പാസ്റ്റർ, താങ്ക് യു. ലൈവ് കട്ട് ചെയ്തില്ലോ സിജോ? ഗോഡ് ബ്ലസ് യു ഓൾ. ഗുഡ് നൈറ്റ്.